ഹലോ ഹായ് നമസ്കാരം. അപ്പം നമ്മളങ്ങനെ നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കീഴിൽ ഓരോ മുൻവർഷ ചോദ്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് 2021 മുതൽ 2024 വരെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയി. നോക്കൂ, നമ്മൾ അവസാന ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എത്തിയിരിക്കുന്നത് 2025 ചോദ്യ പേപ്പറാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ 2025 നമ്പേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് 10th ലെവലിൽ ചോദിച്ചിരിക്കുന്നത് ആകെ 21 ചോദ്യങ്ങളാണ്. 21 ചോദ്യങ്ങളാണ്. ഈ 21 ചോദ്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ പഠിക്കാൻ പോവാണ്. അതിലൊന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുക തന്നിട്ടുണ്ട്. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുക അത് 300 ആണെങ്കിൽ അതിൽ ഏറ്റവും വലിയ സംഖ്യ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് തുക എത്രയാ തന്നിരിക്കുന്നത്? തുക എന്ന് പറയുന്നത് ഇവിടെ 300 ആണ്. ആ 300 നമ്മൾ എഴുതുന്നു. എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് തന്നിരിക്കുന്നത്? 5 എണ്ണൽ സംഖ്യകളുടെ തുകയാണ് തന്നിരിക്കുന്നത്. സോ നമ്മൾ ആ 300നെ 5 കൊണ്ട് ഹരിക്കും. 300നെ 5 കൊണ്ട് ഹരിക്കും. 5 കൊണ്ട് ഹരിക്കാനുള്ള എളുപ്പവഴി എന്താ ഞാൻ പറഞ്ഞിരിക്കുന്നത്? ഹരിക്കേണ്ട സംഖ്യയുടെ ഇരട്ടി എടുക്കുക. ഹരിക്കേണ്ട സംഖ്യ ഇവിടെ 300 ആണ്. 300ന്റെ ഇരട്ടി എടുത്താൽ അത് 600 ആകും. ഈ ഇരട്ടി എടുത്ത് കിട്ടുന്ന സംഖ്യയുടെ ലാസ്റ്റ് ഡിജിറ്റ്, അവസാനത്തെ അക്കത്തിന് തൊട്ട് മുൻപായിട്ട് ഒരു പോയിന്റ് ചേർക്കുക. അപ്പൊ എന്തായി? 600ന്റെ അവസാനത്തെ അക്കം 0. ആ 0ത്തിന്റെ തൊട്ട് മുൻപ് നമ്മൾ ഒരു കുത്തിട്ട് കൊടുത്താൽ, ഒരു പോയിന്റ് ഇട്ടാൽ നമ്മുടെ ഉത്തരം 60 എന്ന് കിട്ടും. ക്ലിയർ ആണ്? ഇതെന്താ ഈ 60 എന്ന് പറയുന്നത്? തുടർച്ചയായിട്ടുള്ള 5 എണ്ണൽ സംഖ്യകളിൽ നടുവിലുള്ള ആളെയാണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത്. തുടർച്ചയായിട്ടുള്ള 5 എണ്ണൽ സംഖ്യകളിൽ നടുവിലുള്ള സംഖ്യ എന്ന് പറയുന്നത് 60 ആയിരിക്കും. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താ? നമുക്ക് നടുവിലുള്ള ആളെ കിട്ടിയാൽ പോരാ, വലിയ ആളാരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. വലിയ സംഖ്യ ചോദിച്ചാൽ നമ്മൾ വലത്തോട്ട് പോകും. എണ്ണൽ സംഖ്യയാണ് അല്ലേ? അപ്പൊ തൊട്ടടുത്ത് കിടക്കുന്ന സംഖ്യ ഏതായിരിക്കും? 60 കഴിഞ്ഞാൽ 61. അടുത്ത സംഖ്യ ഏതായിരിക്കും? 62. ഇനി നമ്മളോട് ചെറുതാണ് ചോദിച്ചതെങ്കിലോ? ചെറുതാണ് ചോദിച്ചതെങ്കിൽ നമ്മൾ പുറകിലേക്ക് പോകും. 60ന് പുറകിൽ കിടക്കുന്ന സംഖ്യ അത് 59. 59ന് പുറകിൽ അത് 58. അപ്പൊ ചെറുത് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ പുറകിലേക്ക് പോയി 58 എന്ന് പറഞ്ഞേനെ. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വലിയ സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? വലത്തോട്ട് പോയി, മുന്നിലേക്ക് പോയി. അങ്ങനെ നമുക്ക് കിട്ടി നമ്മുടെ ഉത്തരം അത് 62 ആണ്. ഓപ്ഷൻ ബി ആണ്. നോക്കൂ, ഇവിടെ ഓപ്ഷൻ എയിൽ ആരാ കിടക്കുന്നത്? 60 കിടക്കുന്നുണ്ട്. അപ്പൊ ഈ വഴിയിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യ അത് 60 ആണ് അല്ലെ? അത് നടുവിലുള്ള ആളാണ് എന്ന് മറന്നു പോയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഓപ്ഷൻ എയിൽ പോയി കറപ്പിക്കും, നെഗറ്റീവ് അടിക്കും. ഓക്കെ, അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ ഇപ്പൊ നമ്മൾ കുറെ ചെയ്യുന്നു. ഇനി തെറ്റിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. പ്രാക്ടീസ് ചെയ്യാൻ നന്നായിട്ട്. അപ്പൊ ഇതാണ് ഇത് ചെയ്യുന്ന എളുപ്പ വഴി. ഇനി ഇതിന് പുറകിലുള്ള ലോജിക്കും കൂടി നമ്മൾ പഠിക്കണ്ടേ? ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പലപ്പോഴായിട്ട്, എങ്കിലും ഒരിക്കൽ കൂടി പറയാം. തുടർച്ചയായിട്ടുള്ള 5 എണ്ണൽ സംഖ്യകൾ നമുക്കറിയില്ല ഏതൊക്കെയാണ് സംഖ്യകൾ എന്ന്. അപ്പൊ ഞാനിതിൽ ആദ്യത്തെ സംഖ്യയെ എക്സ് എന്നെടുത്താൽ അടുത്ത സംഖ്യ ഏതായിരിക്കും? എക്സിനോട് 1 കൂടുന്നതായിരിക്കും അല്ലെ? ആദ്യത്തെ സംഖ്യ എക്സ് ആണെങ്കിൽ അടുത്ത സംഖ്യ x+1 ആയിരിക്കും. മക്കളെ, അടുത്ത സംഖ്യ ഏതായിരിക്കും? മൂന്നാമത്തെ സംഖ്യ ഏതായിരിക്കും? ഈ x+1നോട് 1 കൂടുന്നതായിരിക്കും. അതായത് x+2 ആയിരിക്കും അല്ലെ? അപ്പൊ മൂന്നാമത്തെ സംഖ്യ x+2 ആയിരിക്കും. ഇനി നാലാമത്തെ സംഖ്യ ചോദിച്ചാലോ? ഈ x+2നോട് 1 കൂടുന്നതായിരിക്കും. അതായത് x+3 ആയിരിക്കും. x+3 ആയിരിക്കും. ഇനി അഞ്ചാമത്തെ സംഖ്യ ചോദിച്ചാലോ? അഞ്ചാമത്തെ സംഖ്യ ചോദിച്ചാൽ നമ്മൾ ഈ x+3യോട് ഒരു ഒന്നും കൂടി കൂട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? x+4 എന്ന് കിട്ടും. x+4 എന്ന് കിട്ടും. ഇതാണ് തുടർച്ചയായിട്ടുള്ള 5 എണ്ണൽ സംഖ്യകൾ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവരെ എല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം ഇവിടെ തന്നിട്ടുണ്ട്. അത് 300 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഉത്തരം 300 ആണ്. എങ്കിൽ വലിയ സംഖ്യ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ നടുവിലുള്ള സംഖ്യ കണ്ടുപിടിക്കാൻ പോവാണ്. എന്ത് ചെയ്യുന്നറിയോ? ഈ സമവാക്യത്തിൽ, ഈ ഇക്വേഷനിൽ എല്ലാ എക്സിനെയും നമ്മൾ കൂട്ടും. എത്ര എക്സ് ഉണ്ട്? 1x, 2x, 3x, 4x, 5 എക്സുകളുണ്ട് അല്ലെ? എല്ലാ എക്സുകളെയും തമ്മിൽ കൂട്ടിയപ്പോൾ നമുക്ക് 5 എക്സുകൾ കിട്ടി.
എക്സുകൾ മാത്രമല്ല ഇവിടെ ഉള്ളത്, കുറെ പൂർണ്ണസംഖ്യകളുണ്ട് അല്ലെ. ആരൊക്കെ? 1, 2, 3, 4. ഇവരെയും കൂടി കൂട്ടണം. ഇവരെയും കൂടി കൂട്ടിയാൽ 4ഉം 3ഉം 7, 7ഉം 2ഉം 9, 9ഉം 1ഉം കൂട്ടി കിട്ടുന്നത് 10. ഓക്കെ, നടുവിലെ ചിഹ്നം 10. അപ്പൊ നമ്മൾ ഈ വലിയ ഇക്വേഷൻ എന്താക്കി? സോൾവ് ചെയ്ത് ചെറിയൊരു രൂപത്തിലേക്ക് എത്തിച്ചു. 5x + 10 എന്ന് പറയുന്നത് 300 ആണ്. മക്കളെ, ഇവിടെ 2 ടേംസ് കിട്ടി, 2 പദങ്ങൾ കിട്ടി. ഒന്നാമത്തെ പദം 5x രണ്ടാമത്തെ പദം 10. ഈ രണ്ടിലും പൊതുവായി നിൽക്കുന്നത് ആരാ? ഈ രണ്ടിലും ആരുണ്ടടാ? 5x നമുക്ക് വേണമെങ്കിൽ 5 ഗുണിക്കണം x എന്ന് എഴുതാം. അതേപോലെ 10 നമുക്ക് എങ്ങനെ എഴുതാം? 5 ഗുണിക്കണം 2 എന്ന് എഴുതാം അല്ലെ. എഴുതാലോ? അങ്ങനെയാണെങ്കിൽ 2 പദങ്ങളിലും പൊതുവായി നിൽക്കുന്നത് ആരാ? 2 പദങ്ങളിലും പൊതുവായി നിൽക്കുന്നത് ഇവിടെ 5 ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഈ 5നെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കും. 2ലും 5 ഉണ്ട്. സോ നമ്മൾ 2 പദങ്ങളിലെയും 5നെ പുറത്തേക്ക് എടുത്തു. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പദത്തിൽ നിന്ന് 5 പോയാൽ ബാക്കി അവിടെ ആര് മാത്രമേ ഉള്ളൂ? x മാത്രമേ ഉള്ളൂ. നടുവിലെ ചിഹ്നം പ്ലസ്. രണ്ടാമത്തെ പദത്തിൽ നിന്ന് 5നെ ഞാൻ പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ ബാക്കി അവിടെ ആര് മാത്രമേ ഉള്ളൂ? അവിടെ 2 മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ രൂപത്തിലേക്ക് നമുക്ക് എഴുതാം. 5 ഗുണിക്കണം x + 2 എന്ന് പറയുന്നത് 300 ആണ്. എങ്കിൽ x + 2 നടുവിൽ കിടക്കുന്ന ആള് അല്ലെ, x + 2 എന്ന് പറയുന്ന ആ നടുവിലുള്ള സംഖ്യ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ x + 2 അടുത്ത് നിൽക്കുന്ന ഗുണനം 5നെ 5 ഗുണിക്കണം ഗുണനം 5നെ നമ്മൾ എന്ത് ചെയ്യും? സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പൊ 300 അവിടെ ഓൾറെഡി ഉണ്ട്, അയാൾ അവിടെ ഇരിക്കട്ടെ. ആ 300-നടുത്തേക്ക് ഗുണനം 5 സമം എന്ന് പറയുന്ന മാന്ത്രിക വാതിൽ തുറന്നിട്ട് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? മാന്ത്രിക വാതിലിന്റെ പ്രത്യേകത എന്താ? ഈക്വൽ ടു, സമം എന്ന് പറയുന്ന മാന്ത്രിക വാതിൽ തുറന്ന് ആരപ്പുറത്തേക്ക് പോയാലും അയാൾ നേരെ ഓപ്പോസിറ്റ് ആക്കും. ഇവിടെ ഗുണനം 5 പോകുന്നത്, അങ്ങേര് ഹരണം 5 മാറും. ഓക്കെ, 3ൽ 5 പോകില്ല. 30ൽ എത്ര 5കൾ? 30ൽ 6 5കൾ. അങ്ങനെയാണെങ്കിൽ 300ൽ 60 5കൾ എന്ന് കിട്ടി. ഇതെന്താ കിട്ടിയിരിക്കുന്നത്? ഈ 5 തുടർച്ചയായിട്ടുള്ള 5 എണ്ണൽ സംഖ്യകളിൽ നടുവിൽ കിടക്കുന്ന സംഖ്യ, അതാണ് കിട്ടിയിരിക്കുന്നത് 60 എന്നുള്ളത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വലുത്. ഇനി നേരെ പരിപാടി 60 കഴിഞ്ഞാൽ 61, അത് കഴിഞ്ഞാൽ 62 നമ്മുടെ ഉത്തരം. ചെറുത് ചോദിച്ചാൽ നമ്മൾ പുറകിലേക്ക് പോകും. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇത്രയും കറങ്ങി തിരിയുന്നതിന് പകരമാണ് ഞാൻ ആദ്യം തന്നെ ആ ഷോർട്ട് കട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഷോർട്ട് കട്ട് പ്രാക്ടീസ് ചെയ്യുക. മറന്നു പോകാതിരിക്കേണ്ട കാര്യം, ഷോർട്ട് കട്ടിൽ ഈ തുകയെ എണ്ണം കൊണ്ട് ഹരിച്ച് കിട്ടുന്ന സാധനം അത് നടുവിലുള്ളതാണ് എന്ന കാര്യം മറക്കരുത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം തന്നിരിക്കുന്നു. അത് 621. അവരെ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരമാണെങ്കിൽ അത് 50 ആണ്. ഏതൊക്കെയാണ് ആ സംഖ്യകൾ എന്നല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ആ ഒറ്റ സംഖ്യകളുടെ തൊട്ടടുത്തുള്ള 2 ഒറ്റ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്നത് എത്ര എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് ലോജിക്ക് വെച്ച് ചെയ്യാം. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യം എഴുതുന്നു. ഏതോ 2 ഒറ്റ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചപ്പോൾ 621 കിട്ടി. ആ 2 ഒറ്റ സംഖ്യകൾ തമ്മിൽ കൂട്ടിയപ്പോൾ കിട്ടിയതാകട്ടെ 50. ഓക്കെ, അപ്പൊ ഒരു ഒറ്റ സംഖ്യ ആകണമെങ്കിൽ എന്താ പ്രത്യേകത? 2 കൊണ്ട് ഭാഗിക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. അത്തരത്തിലുള്ള ഒറ്റ സംഖ്യകളുടെ അവസാനത്തെ അക്കങ്ങൾ 1, 3, 5, 7, 9 ആയിരിക്കും അല്ലെ. 1, 3, 5, 7, 9 ആയിരിക്കും. ഇനി നമ്മൾ ഇവിടെ നോക്കുന്ന കാര്യം മക്കളെ, ഇവിടെ ഗുണിച്ചപ്പോൾ കിട്ടിയ ഉത്തരത്തിന്റെ അവസാനത്തെ അക്കം എത്രയാ? അത് 1 ആണ് അല്ലെ. ഈ അവസാനത്തെ അക്കം 1 കിട്ടണമെങ്കിൽ ഈ 5 അക്കങ്ങളിൽ ഏതൊക്കെ അക്കങ്ങൾ തമ്മിൽ ഗുണിച്ചാൽ കിട്ടും എന്ന് നമ്മൾ നോക്കണം. 1, 3 തമ്മിൽ ഗുണിച്ചാൽ അവസാനം 1 ആണോ? അല്ല, 3 ആണ്. നമ്മൾ എടുക്കുന്നില്ല. 1, 7 തമ്മിൽ ഗുണിച്ചാൽ അവസാനം 5 ആണ്, 1 അല്ല. 1, 7 തമ്മിൽ ഗുണിച്ചാൽ 7, 1, 9 തമ്മിൽ ഗുണിച്ചാൽ 9. 1 കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ 1 ക്യാൻസൽ ചെയ്തു. വേറൊരു സാധ്യതയുണ്ട്.
ഒന്നിനെ ഒന്നുകൊണ്ട് തന്നെ ഗുണിച്ചാൽ എന്ത് വരും? ഒന്നിനെ ഒന്നുകൊണ്ട് തന്നെ ഗുണിച്ചാൽ ഉത്തരത്തിന്റെ അവസാനം 1 വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു സാധ്യത നമ്മൾ എടുത്തു. ഇനി 3 കൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യാണ്. 3 കൊണ്ട് 1നെ ഗുണിച്ചാൽ ഒറ്റയുടെ സ്ഥാനത്ത് 1 കിട്ടില്ല. 3 കൊണ്ട് 5ന് ഗുണിച്ചാൽ ഒറ്റയുടെ സ്ഥാനത്ത് 5 വരിക. 3നെ 7 കൊണ്ട് ഗുണിച്ചാൽ വരാനുള്ള സാധ്യതയുണ്ട് അല്ലേ? 21. അപ്പൊ ഒറ്റയുടെ സ്ഥാനത്ത് 1 വരും. ഇനി 3നെ 9 കൊണ്ട് ഗുണിച്ചാലോ? 3 9 27. ഒറ്റയുടെ സ്ഥാനത്ത് 1 വരില്ല. കഴിഞ്ഞു. നമ്മളിനി 5 കൊണ്ട് ആരെയും ചെക്ക് ചെയ്യുന്നില്ല. കാരണം എന്താ? 5 കൊണ്ട് ഏതൊരു സംഖ്യേനെ ഗുണിച്ചാലും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 തന്നെയായിരിക്കും. അപ്പൊ നമ്മളിനി 5 എടുക്കണോ? വേണ്ട. ഇനി 7 ആണെങ്കിലോ? 7 നമ്മളിവിടെ ഓൾറെഡി നോക്കി. 7 ഗുണിക്കണം 3 അല്ലെങ്കിൽ 3 ഗുണിക്കണം 7 എങ്ങനെ ചെയ്താലും ഒറ്റയുടെ സ്ഥാനത്ത് 1 വരും. അപ്പൊ 7 വെച്ച് നമ്മൾ ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി 7 വെച്ച് 9 കൂടി നോക്കാം. 9 × 7 63. 63 ഒറ്റയുടെ സ്ഥാനത്ത് കിടക്കുന്നത് 3, 1 വരില്ല. ഓക്കെ, ഇനി 9 കൊണ്ട് നമ്മളിപ്പോൾ ബാക്കി എല്ലാവരെയും ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരേ ഒരു സാധ്യത, 9നെ 2 തവണ ഗുണിക്കുകയാണെങ്കിൽ 9 × 9 81. അതിന്റെ ഉത്തരത്തിൽ അവസാനം 1 വരാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ 1ൽ അവസാനിക്കുന്ന 2 സംഖ്യകളാണെങ്കിൽ ഉത്തരത്തിന്റെ അവസാനം 1 വരാം. ഇനി 9ൽ അവസാനിക്കുന്ന 2 സംഖ്യകളാണെങ്കിലും ഉത്തരത്തിന്റെ അവസാനം 1 വരാം. അതുപോലെ 3ലും 7ലും അവസാനിക്കുന്ന ഒറ്റ സംഖ്യകളാണെങ്കിലും അവരെ തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരത്തിലും അവസാനം 1 വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 3 സാധ്യതകൾ ഗുണനം എന്ന് പറയുന്ന കണ്ടീഷനിൽ കിട്ടി. ഇനി തൊട്ടടുത്തേക്ക് നമ്മൾ പോകുന്നു. അതേ 2 ഒറ്റ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാലും എന്ത് കിട്ടണം? 50 കിട്ടണം. 50ന്റെ അവസാനത്തെ അക്കം എത്രയാ? അത് 0. അപ്പൊ നമ്മൾ ഇവിടെയുള്ള സാധ്യതകളിൽ ഓരോന്നും എടുത്ത് കൂട്ടി നോക്കും. 1ഉം 1ഉം തമ്മിൽ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 2. അവസാനത്തെ അക്കം ഒരിക്കലും 0 ആവില്ല, 0 ആവില്ല. അടുത്ത സാധ്യത 3ഉം 7ഉം തമ്മിൽ കൂട്ടി നോക്കുന്നു. 3ഉം 7ഉം തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നത് 10. അവസാനത്തെ അക്കം 0. അപ്പോൾ ഇതൊരു സാധ്യതയുണ്ട്. നമ്മൾ അയാളെ നോട്ട് ചെയ്ത് വെച്ചു. ഇനി അടുത്ത സാധ്യത 9ഉം 9ഉം തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നത് 18. ഉത്തരത്തിന്റെ അവസാനം 0 ആണോ? അല്ല, 8 അല്ലേ? അപ്പോൾ ആദ്യത്തെ സാധ്യതയും ഡിലീറ്റ് ആയിപ്പോയി, 3ാമത്തെ സാധ്യതയും ഡിലീറ്റ് ആയിപ്പോയി. അങ്ങനെ നമുക്ക് ഉറപ്പിക്കാം ഈ സംഖ്യകളുടെ അവസാനം 3ഓ 7ഓ ഉണ്ട്. ഈ സംഖ്യകളുടെ അവസാനം 3ഓ 7ഓ ഉണ്ട്. ഇനി ആ സംഖ്യകൾ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്ന പരിപാടി, ഞാനിതിനി മായ്ച്ചോട്ടെ, ഈ വലതുവശത്തുള്ളവരൊക്കെ മായ്ച്ചോട്ടെ. ഇനി ഏതാണ് സംഖ്യകൾ എന്ന് ഉറപ്പിക്കാൻ നമ്മൾ ചെയ്യുന്ന പരിപാടി, മക്കളെ, നമുക്കിവിടെ 621 ഗുണിച്ചപ്പോൾ കിട്ടി. ഓക്കെ, ഞാനിതിൻ്റെ ഫസ്റ്റത്തെ ഡിജിറ്റ് 1 ഇട്ട് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. അതായത് 2 10കൾ തമ്മിൽ ഗുണിച്ചാൽ 100. 100ന് മുകളിലാണോ 621? അതെ, 100ന് മുകളിലാണ്. ഓക്കെ, ഞാൻ ഈ 2 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, അത് ഒന്ന് തൽക്കാലം ആക്കിയാം. ഞാൻ ഈ 2 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 20ന് അപ്പുറത്തുള്ള സംഖ്യകളാണ്. ഇത് 23ഉം ഇത് 27ഉം ആകും അല്ലേ? അങ്ങനെയാണെങ്കിൽ 400ന് മുകളിലാകാനുള്ള സാധ്യതയുണ്ട്. 400ന് മുകളിലാണോ 621? അതെ. ഇനി ഞാൻ 3 ഇട്ട് കൊടുക്കുകയാണ് 2 സ്ഥലത്തുമെങ്കിൽ, ഇവിടെ 33, ഇത് 37 ആകും. അപ്പൊ 30ന് മുകളിലുള്ള 2 സംഖ്യകളാണെങ്കിൽ 900ന് മുകളിലാകും ഈ സംഖ്യ. 621 എന്ന് പറയുന്നത് 900ന് മുകളിലുള്ള സംഖ്യയാണോ? അല്ല, 900ന് താഴെയാണ്. അത് തൊട്ട് അടുത്ത് കിടക്കുന്നത് 20ന് മുകളിലായിട്ടാണ് അല്ലെ? 20 കഴിഞ്ഞ് വരുന്ന 400ന് മുകളിലായിട്ടാണ് 621 പറയുന്ന സംഖ്യ. അപ്പൊ നമ്മളിവിടെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, 2 സ്ഥലത്തും 20 ഉണ്ട്. ഇനി ഇത് വെച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 23ഉം 27ഉം കൂട്ടിയാൽ 50 കിട്ടുമോ? 20ഉം 20ഉം കൂട്ടിയാൽ 40, 3ഉം 7ഉം കൂടി കൂട്ടിയാൽ 10, 40ഉം 10ഉം 50 കിട്ടുന്നുണ്ട്. ഇനി 23 ഗുണം 27, 3 7 21, ഈ 7 14, 2 16, ഈ 3 6, ഈ 2 4, 1 12ൽ 1, 4ഉം 2ഉം 6. അങ്ങനെ ഗുണിച്ചപ്പോൾ 621 കിട്ടി, കൂട്ടിയപ്പോൾ 50 കിട്ടി. അപ്പൊ നമുക്ക് ഉറപ്പിച്ച് പറയാം ഈ സംഖ്യകൾ എന്ന് പറയുന്നത് 23ഉം 27ഉം ആണ്.
ഇനി ചോദിച്ചിരിക്കുന്നത് എന്താ? ഈ സംഖ്യ കണ്ടുപിടിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, ഇത് കഴിഞ്ഞു വരുന്ന ഒറ്റ സംഖ്യകൾ, 23 കഴിഞ്ഞു വരുന്ന ഒറ്റ സംഖ്യ ഏതാ? അത് 25ആണ്. 27 കഴിഞ്ഞു വരുന്ന ഒറ്റ സംഖ്യ ഏതാ? അത് 29ആണ്. ഇവരെ തമ്മിൽ ഗുണിച്ചാൽ എത്രയാണ് ഉത്തരം? അതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ 25 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പവഴി പല തവണയായി പറഞ്ഞു. എന്തുകൊണ്ടാണ് എളുപ്പവഴി പറഞ്ഞത് എന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. എന്താ കാരണം? എത്രയോ ചോദ്യങ്ങൾ 25 കൊണ്ട് ഗുണിക്കേണ്ടി വരുന്നു നമുക്ക്, അല്ലെ? അപ്പൊ എന്താണ് എളുപ്പവഴി? ഇവിടെ 25 കൊണ്ട് ഗുണിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് അത് 29ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ എളുപ്പവഴിയിലൂടെ ചെയ്യുന്ന കേട്ടോ. 29 എഴുതുന്നു, ഗുണിക്കുന്ന സംഖ്യ താഴെ എഴുതി, 2 0 ചേർത്ത് കൊടുത്തു. ഇപ്പൊ എന്തായി? 2900 എന്ന സംഖ്യയായി മാറി. 29 മാറി, അത് 2900 എന്നായി. അങ്ങനെ 2900ന്റെ പകുതി നമ്മൾ കണ്ടാൽ 2000ന്റെ പകുതി എടുക്കുന്നു, 900ന്റെ പകുതി എടുക്കുന്നു. 2000ന്റെ പകുതി നമുക്കറിയാം, അത് 1000ആണ്. ഇനി 900ന്റെ പകുതി ചോദിച്ചാൽ അത് 450 ആണ്. ഈ 1450ന്റെ പകുതി എടുത്താൽ ഉത്തരായി. 1000ന്റെ പകുതി നമുക്കറിയാം 500, 400ന്റെ പകുതി 200. അപ്പൊ 500ഉം 200ഉം ചേർന്ന് 700 ആയേ. ഇനി ആരുടെയും കൂടി പകുതി കാണണം? 50ന്റെ കൂടി പകുതി കാണണം. 50ന്റെ പകുതി എന്ന് പറയുന്നത് 25. അപ്പൊ നേരത്തെ മാറ്റി വെച്ച 700ഉം ഈ 25ഉം കൂടി ചേർത്താൽ നമ്മുടെ ഉത്തരം അത് 725 എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെ മനസ്സിൽ തന്നെ നിങ്ങളെ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്കത് ഉപകാരപ്പെടും. നമ്മുടെ ഉത്തരം എന്താ? 725ആണ്. 725 എന്ന് പറയുന്നത് ഓപ്ഷൻ ബിയിലുണ്ട്. അതാണ് നമ്മുടെ ശരിയായ ഉത്തരം. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അടുത്ത ചോദ്യം ഇങ്ങനെ, മക്കളെ, നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം ഇങ്ങനെയാണ്: 5 അക്കങ്ങളുള്ള സംഖ്യകൾ ആകെ എത്ര എണ്ണമുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഞാൻ ശരിക്കും ചെയ്യുന്നൊരു വഴിയും പറഞ്ഞുതരാം, ഇതിനൊരു ട്രിക്കും പറഞ്ഞു തരാം. നിങ്ങളിത് ചെയ്യേണ്ടത്, 5 അക്കമുള്ള ഏറ്റവും വലിയ സംഖ്യ ഏതാ? 5 അക്കങ്ങളുള്ള ഏറ്റവും വലിയ സംഖ്യ നമുക്കറിയാം, 5 9കൾ നിരന്ന് കിടക്കുന്നതാണ് 5 അക്കമുള്ള ഏറ്റവും വലിയ സംഖ്യ. നിങ്ങൾക്ക് സംശയമൊന്നുമില്ലല്ലോ? 2 3 4 5. ഇതിൽ നിന്ന് തൊട്ട് താഴെയുള്ള, അതായത് 5 അക്കമുള്ള വലിയ സംഖ്യ നമ്മൾ എഴുതി. ഇനി 4 അക്കങ്ങളുള്ള വലിയ സംഖ്യ എഴുതും. 4 അക്കങ്ങളുള്ള വലിയ സംഖ്യ ഏതാ? 4 9കൾ നിരന്ന് കിടക്കുന്നത്, 4 9കൾ, അല്ലേ? ഓക്കെ മക്കളെ, അപ്പൊ ഏറ്റവും വലിയ 5 അക്ക സംഖ്യ ചോദിച്ചപ്പോൾ നമ്മൾ 5 9കളെ നിരത്തിയിട്ടു. ഇനി 4 അക്കമുള്ള വലിയ സംഖ്യ ചോദിച്ചപ്പോൾ നമ്മൾ 4 9കളെ നിരത്തിയിട്ടു. ഇനി ഇവരെ തമ്മിൽ കുറച്ചാൽ മതി. കുറച്ചാൽ എന്ത് വരും? ഈ 9കളൊക്കെ ഈ 9ൽ പോകും, അല്ലെ? 9ൽ നിന്ന് 9 പോയാൽ 0, ഈ 9ൽ നിന്ന് 9 പോയാൽ 0, അടുത്ത 9ൽ നിന്ന് 9 പോയാൽ 0, അടുത്ത 9ൽ നിന്ന് 9 പോയാൽ 0, അവസാനം നിൽക്കുന്നത് ഒരു 9 മാത്രം, അല്ലെ? അങ്ങനെ നമുക്ക് നമ്മുടെ ഉത്തരമായി 9 4 പൂജ്യങ്ങൾ, 9 4 പൂജ്യങ്ങൾ. ഇനി എന്താണ് ഇതിന്റെ ട്രിക്ക്? നമ്മളോട് ചോദിക്കുകയാണ്, ഒരക്കമുള്ള എത്ര സംഖ്യകളുണ്ട്? ഒരേ ഒരു അക്കം മാത്രമുള്ള എത്ര സംഖ്യകൾ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരത്തിൽ ഒരു ഡിജിറ്റേ ഉണ്ടാകുള്ളൂ, അത് 9 ആണ്. ഒരക്കമുള്ള എത്ര സംഖ്യകൾ എന്ന് ചോദിച്ചാൽ 9. 1 2 3 4 5 6 7 8 9. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും 0 അതിൽ വരില്ലേ എന്നുള്ളത്. 0ത്തിന് തൽക്കാലം ഒരക്കമുള്ള സംഖ്യയായി തൽക്കാലം PSC പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ട് 9 ഉത്തരം എന്ന് മനസ്സിൽ വെക്കുക. ഇനി 2 അക്കങ്ങളുള്ള സംഖ്യകൾ എത്ര? 2 അക്കങ്ങളുള്ള സംഖ്യകൾ എത്ര? 10 മുതൽ 99 വരെ. 10 മുതൽ 99 വരെ എത്ര സംഖ്യകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരത്തിൽ 2 ഡിജിറ്റുകൾ വരും. 2 ഡിജിറ്റുകൾ വരും. അതിൽ ആദ്യത്തെ ഡിജിറ്റിൽ നമ്മളൊരു 9 ഇടും. ഇനി ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് ഒരു 0 കൊടുക്കുക. ഓക്കെ, 3 അക്കങ്ങളുള്ള എത്ര സംഖ്യകൾ എന്ന് ചോദിച്ചാൽ 3 അക്കങ്ങളുള്ള എത്ര സംഖ്യകൾ? ഉത്തരത്തിൽ 3 ഡിജിറ്റുകൾ ഉണ്ടാകും. അതിലാദ്യം നമ്മളൊരു 9 ഇട്ട് കൊടുത്തു. ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തൊക്കെ 0. 4 അക്കങ്ങളുള്ള എത്ര സംഖ്യകളുണ്ട്? ഉത്തരത്തിൽ 4 ഡിജിറ്റുകൾ വരും. ആദ്യം നമ്മളൊരു 9 ഇട്ടു. ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തൊക്കെ 0 ഇട്ട് കൊടുത്താൽ മതി. 0 0 0. ഇനി നോക്കിക്കേ, 5 അക്കങ്ങളുള്ള എത്ര സംഖ്യകൾ? ഉത്തരത്തിൽ 5 ഡിജിറ്റുകൾ ഉണ്ടാകും. നമ്മൾ ആദ്യം ഒരു 9 ഇട്ട് കൊടുക്കുക. ബാക്കി ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തൊക്കെ എന്ത് ചേർക്കണം? 0
പൂജ്യം ചേർക്കണം അല്ലേ? അപ്പൊ 4 പൂജ്യങ്ങൾ അവിടെ വന്നു. ഇതല്ലേ നമുക്ക് കിട്ടിയ ഉത്തരം. അപ്പൊ ഈ ട്രിക്ക് ഉപയോഗിച്ച് ഇനി 6 അക്കങ്ങൾ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു 6 വര വരയ്ക്കും. എന്നിട്ട് ആദ്യം ഒരു 9 ഇടും. ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തൊക്കെ പൂജ്യം കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത്തരത്തിലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ തെറ്റിക്കില്ല എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ? വിശ്വസിക്കാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 4ാമത്തെ ചോദ്യം. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ നമ്മൾ പലപ്പോഴായി പഠിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ചോദിച്ചാലും ഒരേ ഒരു ഇരട്ട അഭാജ്യ സംഖ്യ ഏതെന്ന് ചോദിച്ചാലും അതിന്റെ ഉത്തരം നിങ്ങൾക്കറിയാം. അത് എത്രയാണ്? അത് 2 ആണ്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: ദ മീൻ ഓഫ് ദ ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പർ ഈസ് n² by 125. Then what is the value of n? n-ന്റെ വില കണ്ടുപിടിക്കണം. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ ശരാശരി തന്നിരിക്കുന്നു. അത് n² by 125 ആണ്. എങ്കിൽ എത്ര ഒറ്റ സംഖ്യകളുടെ ശരാശരിയാണ് ഈ പറയുന്ന n² by 125? അല്ലെങ്കിൽ n-ന്റെ വില എന്ത് എന്ന് കണ്ടുപിടിക്കണം. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ ശരാശരി തന്നിരിക്കുന്നു. അത് n² by 125. ഓക്കെ, ഇനി ഒറ്റ സംഖ്യകളുടെ ശരാശരി നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ആദ്യത്തെ 3 ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ 3 ഒറ്റ സംഖ്യകൾ എടുക്കും. എന്നിട്ട് അവരെ തമ്മിൽ കൂട്ടും. 1, 3, 5. അവരെ തമ്മിൽ കൂട്ടി എണ്ണമായ 3 കൊണ്ട് ഹരിക്കും. കൂട്ടിയാൽ എത്ര കിട്ടും? 5, 3, 8, 3, 9 കിട്ടും. 9നെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്നത് 3 തന്നെയാണ്. 3 തന്നെയാണ്. ഇനി ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി ചോദിച്ചാൽ ഉത്തരം 5. ആദ്യത്തെ 10 ഒറ്റ സംഖ്യകളുടെ ശരാശരി ചോദിച്ചാൽ ഉത്തരം 10. ആദ്യത്തെ 100 ഒറ്റ സംഖ്യകളുടെ ശരാശരിയാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരം 100. എത്രയാണോ ചോദിക്കുന്നത് അത് തന്നെയായിരിക്കും ഉത്തരത്തിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ ശരാശരി ചോദിച്ചാൽ n തന്നെ. ഓക്കെ, സെയിം നമ്പർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കൺസെപ്റ്റ് വെച്ച് ഇതൊന്ന് ആലോചിച്ചേ. എത്രയോ എണ്ണം ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് n² by 125 ആണ്. n² by 125 ആണ്. എങ്കിൽ ഇവിടുത്തെ n എത്രയായിരിക്കും? മക്കളെ, ഞാനിവിടെ പറഞ്ഞു 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി ആണെങ്കിൽ 5 തന്നെ ആയിരിക്കും എണ്ണം. 7 ഒറ്റ സംഖ്യകളുടെ ശരാശരി, 7 ഒറ്റ സംഖ്യകളുടെ ശരാശരി അത് 7 തന്നെ. ഇനി 100 ആണ് കുറേ ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് 100 ആണെങ്കിൽ എത്ര ഒറ്റ സംഖ്യകളുടെ ശരാശരിയാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും 100 തന്നെ. തിരിച്ചു ചോദിച്ചാലും സെയിം ആൻസർ ആണ് എന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്താ നമ്മൾ കണ്ടുപിടിച്ചത്? എത്രയോ എണ്ണം ഒറ്റ സംഖ്യകളുടെ ശരാശരി n² by 125. ഇവിടെ സെറ്റാണ്, ഇതുവരെ സെറ്റാണ്. ഇനി അപ്പൊ എത്ര എണ്ണം ഒറ്റ സംഖ്യകളുടെ ശരാശരിയാണ് എന്ന് ചോദിച്ചാൽ n-ന്റെ വില ചോദിച്ചാൽ അത് n² by 125 തന്നെ. സെയിം തന്നെയായിരിക്കും അല്ലെ? ശരാശരി എത്രയാണോ അത് തന്നെയായിരിക്കും എണ്ണം. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്താൽ മതി. n എന്ന് പറയുന്നത് n² by 125 തുല്യമായാൽ, n² by 125 തുല്യമായാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ n-നെ n/1 എന്ന് എടുത്താൽ n² എന്ന് പറഞ്ഞാൽ n × n ആണ്, by 125 എന്ന് എഴുതാം. സമത്തിന്റെ ഈക്വൽ ടുവിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരേ ആളുകൾ, അംശത്തിൽ ഒരേ ആളുകൾ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, കട്ട് ചെയ്ത് കളയാം. അങ്ങനെ നമുക്ക് കിട്ടി. ഇവിടെ ഈ സൈഡിൽ ആരുമില്ല എന്നല്ല, ഒന്നുണ്ട്. അപ്പുറത്തെ സൈഡില് n/125 മാത്രം. ഇതിനെ ക്രോസ് ചെയ്താൽ പോരെ മക്കളെ? ഓക്കെ, 1 ഗുണനം 125 എന്ന് പറഞ്ഞാൽ 125 തന്നെ. n × 1 താഴെയുള്ള 1-നെ കുടിച്ചാൽ നമുക്ക് കിട്ടും n തന്നെ. 1 ഗുണം n തന്നെ. അങ്ങനെ നമുക്ക് n-ന്റെ വില കിട്ടി. അത് 125 ആണ്. ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പൊ കൺഫ്യൂഷൻ ആകുന്നുണ്ടെങ്കിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം. എന്നിട്ട് നിങ്ങളൊന്ന് തന്നെ ചെയ്ത് നോക്കണം. കൺസെപ്റ്റ് കിട്ടിയാൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ആ ചോദ്യം ഇങ്ങനെയാണ്:
1 മുതൽ 99 വരെ കൂട്ടിയാൽ 1 മുതൽ 99 വരെയല്ല, 1 മുതൽ 99 വരെയുള്ള ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ, അങ്ങനെയല്ലത് നോക്കിക്കേ, 1, 3, 5 അങ്ങനെ പോയി 99 വരെയുള്ള ഒറ്റ സംഖ്യകൾ കൂട്ടണം. ഓക്കെ, നമുക്കിതിപ്പോൾ ചെയ്യാം. എങ്ങനെ ചെയ്യാം? നമ്മൾ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിലാകെ എത്ര പദങ്ങൾ എന്ന് കണ്ടുപിടിക്കാൻ നമ്മളൊരു സാധനം പഠിച്ചു. എന്താണ്? അവസാന പദം മൈനസ് ആദ്യ പദം, ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം, ഓൾ ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസമായ d പ്ലസ് 1. എത്ര അവസാന പദം? അവസാനം കിടക്കുന്ന ആള് 99 മൈനസ് ആദ്യം കിടക്കുന്ന ആള് 1 ബൈ പൊതുവ്യത്യാസം, ഇവർക്കിടയിൽ പൊതുവായി വരുന്ന വ്യത്യാസം. ഒറ്റ സംഖ്യകളാണ് ഈ കിടക്കുന്നതൊക്കെ. അപ്പൊ പൊതുവ്യത്യാസം, ഇവർക്കിടയിൽ വരുന്ന പൊതുവായ വ്യത്യാസം എന്ന് പറയുന്നത് 2 ആയിരിക്കും. പ്ലസ് 1. 99 നിന്ന് 1 കുറച്ചാൽ കിട്ടുന്നത് 98. 98ന്റെ പകുതിയോട് 1 കൂട്ടിയാലാണ് ഉത്തരം. 98ന്റെ പകുതി പെട്ടെന്ന് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ 98നെ സ്പ്ലിറ്റ് ചെയ്യുക, മുറിക്കുക. അങ്ങനെ 90ന്റെ പകുതിയായ 45ഉം 8ന്റെ പകുതിയായ 4ഉം കൂടി കൂട്ടി നമുക്ക് 98ന്റെ പകുതി 49 എന്ന് എഴുതാം. പ്ലസ് 1 ചെയ്താൽ കിട്ടുന്നത് 50. ഇനി ഇത്രയൊക്കെ മെനക്കെടണമെന്ന് ചോദിച്ചാൽ ഇത്രയൊന്നും മെനക്കെടണ്ട. അവസാനത്തെ പദം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എത്ര ഒറ്റ സംഖ്യകൾ എന്ന് കണ്ടുപിടിക്കാൻ ആ പദത്തിൻ്റെ കൂടെ 1 കൂട്ടി പകുതി കണ്ടാൽ മതി. ഉദാഹരണത്തിന് 1, 3, 5 ആകെ എത്ര പദങ്ങൾ ചോദിച്ചാൽ അവസാനത്തെ അക്കമായ 5നോട് 1 കൂട്ടുന്നു, പകുതി എടുക്കുന്നു, 1 കൂട്ടുന്നു, പകുതി എടുക്കുന്നു. 5നോട് 1 കൂട്ടിയാൽ 6, 6ന്റെ പകുതി 3 ആളുകൾ. ഓക്കെ, 1, 3, 5, 7, 9 ആകെ എത്ര പദങ്ങൾ? അവസാനത്തെ പദം എത്ര? 9. 9നോട് 1 കൂട്ടുന്നു, പകുതി എടുക്കുന്നു, 9നോട് 1 കൂട്ടിയാൽ 10. 10ന്റെ പകുതി അത് 5. ഓക്കെ, 5 പദങ്ങൾ. അതേ കൺസെപ്റ്റ് വെച്ചത് ചെയ്യാം. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഏതെങ്കിലും ഒരു വഴി നിങ്ങൾക്ക് കിട്ടണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിലാകെ 50 പദങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ഇനി ഇവരുടെ തുക കാണാൻ എളുപ്പമാണ്. 2 തരത്തിൽ ചെയ്യാം. സമാന്തര ശ്രേണി എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ച് ആദ്യം ചെയ്യുന്നു. സമാന്തര ശ്രേണി എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ചിട്ട് അങ്ങനെ തുക കാണാൻ സമാന്തര ശ്രേണിയുടെ കൺസെപ്റ്റ് എന്താ? പദങ്ങളുടെ എണ്ണത്തിന്റെ പകുതിയോട് ആദ്യ പദം ഫസ്റ്റ് ടേമും അവസാന പദം ലാസ്റ്റ് ടേമും കൂട്ടിയാൽ മതി, എന്നിട്ട് ഗുണിക്കുക. ഓക്കെ, പദങ്ങളുടെ എണ്ണം നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു, 50 ആണ്. അതിൻ്റെ പകുതി ഇൻറ്റു ആദ്യ പദം എത്ര? 1 പ്ലസ് അവസാന പദം 99. അങ്ങനെ 50/2 ഇൻറ്റു 1ഉം 99ഉം കൂട്ടിയാൽ കിട്ടുന്നത് 100. ഇവിടെ 100ന്റെ പകുതി കാണാം. 100ന്റെ പകുതി 50. അങ്ങനെ 50 ഇൻറ്റു 50 ഇൻറ്റു 50 ചെയ്താൽ നമുക്ക് കിട്ടും 5 25, 2 0 ഇട്ടാൽ 2500. ഇതാണ് സമാന്തര ശ്രേണി എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള കൺസെപ്റ്റ് വെച്ച് കൂടി ചെയ്യാം. എങ്ങനെ? ഓക്കെ, എങ്ങനെ? ഇവിടെ തുടർച്ചയായിട്ടുള്ള ഒറ്റ സംഖ്യകളാണ്, 1 മുതലുള്ള ഒറ്റ സംഖ്യകളാണ്. അപ്പൊ നമ്മളിതിലെ ആകെ എത്ര പദങ്ങൾ എന്ന് കണ്ടുപിടിക്കും. ആകെ എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ആകെ എത്ര ഒറ്റ സംഖ്യകൾ? ആ ഒറ്റ സംഖ്യകളുടെ എണ്ണം കിട്ടാൻ ഞാൻ നേരത്തെ പറഞ്ഞു, അവസാനം കിടക്കുന്ന ആള് 99. അതിൻ്റെ കൂടെ 1 കൂട്ടുന്നു, പകുതി എടുക്കുന്നു. 99ന്റെ കൂടെ 1 കൂട്ടിയാൽ 100. 100ന്റെ പകുതി 50. അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലായി തുടർച്ചയായിട്ടുള്ള 50 ഒറ്റ സംഖ്യകളുടെ തുക കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തുടർച്ചയായിട്ടുള്ള അല്ലെങ്കിൽ ആദ്യത്തെ 1 മുതലാണെങ്കിൽ ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n സ്ക്വയർ ആണ്. എങ്കിൽ ഇവിടെ ആദ്യത്തെ 50 ഒറ്റ സംഖ്യകളുടെ തുകയല്ലേ കാണാൻ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 50ന്റെ സ്ക്വയർ എടുത്താൽ മതി. 5ന്റെ സ്ക്വയർ 25. ഇവിടെ 1 0. അപ്പൊ ഉത്തരത്തിൽ 2 0. അങ്ങനെയും ഉത്തരം കണ്ടുപിടിക്കാം. ഇതാണ്
1 മുതലുള്ള ഒറ്റ സംഖ്യകൾ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ വഴി സ്വീകരിക്കുന്നതാണ് നല്ലത്. എങ്കിലും ആദ്യത്തെ വഴിയും കൂടി അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ 5 + 7 + 9 ഇങ്ങനെ ഒന്നിൽ തുടങ്ങാത്ത കുറേ ഒറ്റ സംഖ്യകൾ തരും. അവസാനം ഒരു 39 തന്നതെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ആദ്യത്തെ വഴിയാണ് സഹായിക്കുക. അപ്പോൾ 2 വഴി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. 2 വഴിയും പഠിക്കണം. 2 വഴിയും പഠിക്കണം. ഇങ്ങനെ 1 മുതലാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ രണ്ടാമത്തെ വഴിയാണ് എളുപ്പം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓപ്ഷൻ ടിക്ക് ചെയ്തില്ല അല്ലേ? ഓപ്ഷൻ 2500 ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. 7ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. 85 ഗുണം 87 ഗുണം 89 ഗുണം 91 ഗുണം 95 ഗുണം 96 എന്ന് പറയുന്ന സംഖ്യയെ 100 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഇത് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാണ്. 85 ഗുണം 87 ഗുണം 89 ഗുണം 91 ഗുണം 95 ഗുണം 96. ഇതിനെ എന്തുകൊണ്ട് ചെറുതാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? 100 കൊണ്ട് ചെറുതാക്കണം, അല്ലെങ്കിൽ 100 കൊണ്ട് ഹരിക്കണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നോക്കുമ്പോൾ 96 എന്ന് പറയുന്ന സംഖ്യ 4ന്റെ ഗുണിതമാണ്. 100നെയും നമുക്ക് 4 കൊണ്ട് ചെറുതാക്കാം. കാരണം 100ന്റെ അവസാനം 2 0 കിടക്കുന്നുണ്ട്. അപ്പോൾ 4 കൊണ്ട് ഞാൻ ആദ്യം വെട്ടി ചെറുതാക്കുകയാണ്. 96നെ 4 കൊണ്ട് ചെറുതാക്കിയാൽ 9ൽ എത്ര 4കൾ? 9ൽ 2 4കൾ. 2 4കൾ 8 ആണ്. അപ്പോൾ 9ൽ നിന്ന് 8 പോയി, ബാക്കി എത്ര? 1. ആ 1 തൊട്ടടുത്ത് കിടക്കുന്ന 6ന്റെ ഒപ്പം കൂട്ടല്ല, ചേർത്ത് വെച്ചു. അപ്പോൾ 6 ആ 1 കൂടി ചേർന്നപ്പോൾ 16 മാറി. ഇനി 16ൽ എത്ര 4കൾ? 16ൽ എത്ര 4കൾ? 4 4കൾ. അപ്പോൾ അത് വെട്ടിയപ്പോൾ നമുക്ക് 24 എന്ന് കിട്ടി. 100നെ നമ്മൾ വെട്ടുന്നു, 1ൽ 4 പോവില്ല. 10ൽ എത്ര 4കൾ? 10ൽ എത്ര 4കൾ? 2 4കൾ. അപ്പോൾ 2 4കൾ 8 ആണ്. 10ൽ നിന്ന് 8 പോയി, ബാക്കി 2. ആ 2 ഇപ്പുറത്തുള്ള 0ന്റെ ഒപ്പം ചേർന്നപ്പോൾ 20 ആയി. 20ൽ എത്ര 4കൾ എന്ന് നോക്കിയപ്പോൾ നമുക്ക് കിട്ടി 5 4കൾ ചേരുന്നതാണ് 20. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം 100ൽ എത്ര 4കളെന്ന് ചോദിച്ചാൽ 25 എളുപ്പത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. കാരണം നമ്മൾ ഇത് കുറേ ചെയ്യുന്നു. ഓക്കെ, ഇനി 25നെ നമ്മൾ ചെറുതാക്കുന്നു. 25 5ൽ അവസാനിക്കുന്ന സംഖ്യകൾ മുകളിൽ. ഓക്കെ, 85 ഉണ്ട്. 85നെയും 25നെയും 5 കൊണ്ട് ചെറുതാക്കാം. കാരണം എന്താ? 2ന്റെയും അറ്റത്ത് ആരുണ്ട്? 5 ഉണ്ടടാ അല്ലേ? അപ്പൊ 85ൽ എത്ര 5കൾ? 8ൽ എത്ര 5 എന്ന് നോക്കുക. 8ൽ എത്ര 5? 1 5. 8ൽ നിന്ന് 1 5 പോയി, ബാക്കി 3. ആ 3 നമ്മൾ എന്ത് ചെയ്യുന്നു? തൊട്ടടുത്ത് കിടക്കുന്ന 5ന്റെ ഒപ്പം ചേർത്ത് 35 എന്ന് വായിക്കുന്നു. 35ൽ എത്ര 5കൾ? 35ൽ 7 5കൾ. ഓക്കെ, ഇനി 25ൽ എത്ര 5 നോക്കിയാൽ മതി. 25ൽ 5 5കൾ. ഓക്കെ, ഇനി 5 കൊണ്ട് ചെറുതാക്കാൻ പറ്റുന്ന ആരെങ്കിലും മുകളിലുണ്ടോ? ഉണ്ട് അല്ലെ? 5ൽ അവസാനിക്കുന്ന 95 ഉണ്ട്. അപ്പൊ 95ന് വെട്ടാം. 95ൽ എത്ര 5കൾ ഉണ്ട്? 9ൽ എത്ര 5കൾ? 1 5. അപ്പൊ 9ൽ നിന്ന് 1 5 പോയി, ബാക്കി 4. ആ 4 തൊട്ടടുത്ത് കിടക്കുന്ന 5ന്റെ ഒപ്പം ചേർത്ത് 45 എന്ന് വായിക്കുന്നു. ആ 45ൽ എത്ര 5കൾ എന്ന് ചോദിച്ചാൽ 9 5കൾ. 5ൽ 1 5. ക്ലിയർ? അപ്പൊ ഇവിടെയുള്ള മുകളിലുള്ള ആളുകളെ താഴെയുള്ള 100 കൊണ്ട് പൂർണ്ണമായും നമുക്ക് വെട്ടിക്കളയാൻ പറ്റി അല്ലെ? 100 കൊണ്ട് വെട്ടി ചെറുതായപ്പോൾ 25 ആയി. 25 കൊണ്ട് വെട്ടി ചെറുതായപ്പോൾ 5 ആയി. താഴെ അവസാനം അവശേഷിക്കുന്നത് 1 മാത്രം. എന്ന് വെച്ചാൽ ഈ സംഖ്യയെ, മുകളിലുള്ള സംഖ്യയെ പൂർണ്ണമായും 100 കൊണ്ട് ഹരിക്കാൻ കഴിയും. പൂർണ്ണമായും 100 കൊണ്ട് ഹരിക്കാൻ കഴിയും. അതിനർത്ഥം അങ്ങനെ ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം അത് 0 ആയിരിക്കും. കിട്ടുന്ന ശിഷ്ടം 0 ആയിരിക്കും. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നത്. ചോദ്യം ഇങ്ങനെയാണ്. ABC DEF അങ്ങനെ 2 3 അക്ക സംഖ്യകളിൽ ABCDEF എന്നിവ വ്യത്യസ്തമായ അക്കങ്ങളാണ്. അക്കങ്ങളിൽ ആരില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്? 0 ഇല്ല. പിന്നെ ഒരു കണ്ടീഷൻ കൂടി പറഞ്ഞിട്ടുണ്ട്. ABCയും DEFും കൂട്ടുകയാണെങ്കിൽ കിട്ടുന്ന ഉത്തരം 1111 എങ്കിൽ ABCDEF ഇതെല്ലാം കൂടി കൂട്ടിയാൽ കിട്ടുന്നത് എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നല്ല ചോദ്യം കേട്ടോ. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് എഴുതാം. എന്താ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? ABC എന്നുള്ള ഒരു 3 അക്ക സംഖ്യ, അതുപോലെ DEF എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു 3 അക്ക സംഖ്യ. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്നു
എയും ബിയും സിയും ഡിയും ഇയും എഫും ഒക്കെ ഒരുപോലെയുള്ള ആളുകളല്ല, ഒക്കെ വേറെ വേറെ ഡിജിറ്റുകളാണ്, വ്യത്യസ്തമായ അക്കങ്ങളാണ്. അതിൽ ആര് വരില്ല? 0 വരില്ല. പിന്നെ ഒരു കണ്ടീഷൻ കൂടി പറഞ്ഞു, ഇവരെ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് 1 1 1 1 കിട്ടും. 1111 കിട്ടും. ഇനി നിങ്ങൾ ഈ ചോദ്യത്തിലേക്ക് നോക്കിക്കേ. 2 3 അക്ക സംഖ്യകളെ തമ്മിൽ കൂട്ടുന്നു. ആ 3 അക്ക സംഖ്യകളിൽ എവിടെയും 0 വരുന്നില്ല. പക്ഷെ എന്ത് വരുന്നുണ്ട്? കിട്ടുന്ന ഉത്തരത്തിൽ 4 അക്കങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം, ഇവിടെ സിയും എഫും തമ്മിൽ കൂട്ടി അവിടെ 0 അല്ലാത്ത 0+1 ചെയ്തിരുന്നെങ്കിൽ നമുക്ക് 1 കിട്ടും. പക്ഷെ 0 ഒരിക്കലും അക്കങ്ങളിൽ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയുള്ള സാധ്യത ഏതാ? 2ഉം 9ഉം തമ്മിൽ കൂട്ടിയാൽ കിട്ടും അല്ലെ, 3ഉം 8ഉം തമ്മിൽ കൂട്ടിയാൽ കിട്ടും അല്ലെ, ഒറ്റയുടെ സ്ഥാനത്ത് 1 കിട്ടും. അത് 11 ആയിരിക്കും അല്ലെ, 11 ആയിരിക്കും. അപ്പൊ വീണ്ടും അടുത്തുള്ള ആളുകളെ തമ്മിൽ കൂട്ടിയാൽ വീണ്ടും 11 കിട്ടുന്നു. അതായത് ബിയും ഇയും തമ്മിൽ കൂട്ടിയാൽ 11 കിട്ടുന്നു. അപ്പോൾ ഒരു ശിഷ്ടം അപ്പുറത്തേക്ക് പോകും. എയും ഡിയും തമ്മിൽ കൂട്ടി ആ ശിഷ്ടമായ 1 കൂട്ടുമ്പോൾ വീണ്ടും 11 കിട്ടുന്നു. അങ്ങനെയാണ് ഈ ഉത്തരം 1111 എത്തിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അല്ലെ? ഇനി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓരോന്നായിട്ട് ചെയ്യാം. സിയും എഫും കൂടി കൂട്ടിയാൽ നമുക്ക് മനസ്സിലായി, സിയും എഫും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നത് 11 അല്ലെ. അപ്പൊ ആ 11ൽ 1 എഴുതി, ശിഷ്ടമായ 1 ഇവിടെ വന്നു. അപ്പൊ നമുക്ക് വേറൊരു കാര്യം കൂടി ഇതെന്ന് പറയാം. എന്താണ്? ബിയും ഇയും പിന്നെ അതിൻ്റെ കൂടെ ശിഷ്ടമായ 1 കൂടി കൂട്ടിയാലാണ് അല്ലെ, ബിയും ഇയും അതിൻ്റെ കൂടെ ശിഷ്ടമായ 1 കൂടി കൂട്ടിയാലാണ് ഇവിടെ 11 വരുന്നത് അല്ലെ, 11 വരുന്നത്. അങ്ങനെയാണെങ്കിൽ ബി പ്ലസ് ഇ എത്രയാ? ബി പ്ലസ് ഇ എത്രയാ? ഈ +1 അപ്പുറത്തേക്ക് തട്ടിയാൽ പോരെ? അപ്പുറത്തേക്ക് തട്ടിയാൽ അവിടെ ഓൾറെഡി ആരുണ്ടടാ? അവിടെ 11 ഉണ്ട്. +11 അപ്പുറത്തേക്ക് പോകുമ്പോൾ +1 അപ്പുറത്തേക്ക് പോകുമ്പോൾ -1 ആകുന്നു. അങ്ങനെ ബി പ്ലസ് ഇ എന്നത് 11ൽ നിന്ന് 1 കുറച്ചാൽ കിട്ടുന്ന 10 ആണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ദേ ഇവിടെയുള്ള എയും ഇവിടെയുള്ള ഡിയും കൂട്ടി അതിൻ്റെ കൂടെ ശിഷ്ടമായ 1 കൂടി കൂട്ടിയാൽ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പോഴും കിട്ടേണ്ടത് 11. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് എയും ഡിയും കൂട്ടിയാൽ കിട്ടുന്നത് എത്ര എന്ന് പറയാലോ? അധികം കിടക്കുന്ന +1 അപ്പുറത്തേക്ക് തട്ടിയാൽ പോരെ? അപ്പൊ അവിടെ ഓൾറെഡി 11 ഉണ്ട്. +1 അപ്പുറത്തേക്ക് പോകുമ്പോൾ -1 ആകുന്നു. അങ്ങനെ നമുക്ക് എയും ഡിയും തമ്മിൽ കൂട്ടിയാൽ 10 കിട്ടും എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടി? സിയും എഫും തമ്മിൽ കൂട്ടിയാൽ 11, ബിയും ഇയും തമ്മിൽ കൂട്ടിയാൽ 10, അതുപോലെ എയും ഡിയും തമ്മിൽ കൂട്ടിയാലും 10 കിട്ടും. ഇനി ഇവരെ ഒന്ന് എഴുതിയാൽ പോരെ? സി പ്ലസ് എഫ്, അതിൻ്റെ വില നമുക്കറിയാം, അവിടെ ഇരിക്കട്ടെ. ഇനി ആരാത്? പ്ലസ് ബി പ്ലസ് ഇ പ്ലസ് എ പ്ലസ് ഡി. ഇനി ഇതിനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് ഇ പ്ലസ് എഫ് കിട്ടും അല്ലേ? നോക്കിക്കേ, എ പ്ലസ് ഇത് ബി അല്ലേ? ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് ഇ പ്ലസ് എഫ് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി ഇവരുടെ വില കൊടുത്താൽ പോരെ? സിയും എഫും കൂടി കൂട്ടിയാൽ നമ്മളോട് പറഞ്ഞത് 11 ആണ്. പ്ലസ് ബിയും ഇയും തമ്മിൽ കൂട്ടിയാൽ അത് 10 ആണ്. പ്ലസ് എയും ഡിയും തമ്മിൽ കൂട്ടിയാലും കിട്ടുന്നത് 10 ആണ്. എങ്കിൽ ഇവരെ മുഴുവൻ കൂട്ടിയാൽ ഉത്തരം എത്ര? 10ഉം 10ഉം 20, 20ഉം 11ഉം കൂട്ടിയാൽ കിട്ടുന്ന 31 ആണ് ഉത്തരം. 31 ഓപ്ഷനിൽ ഡി, ഓപ്ഷൻ ഡി ആണ് 31 ശരി ഉത്തരം. മക്കളെ, നമ്മുടെ അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകൾ എഴുതിയാൽ 8 എന്ന് പറയുന്ന അക്കം എത്ര തവണ ആവർത്തിക്കും? നമ്മളിതിന് സമാനമായിട്ടുള്ളൊരു ചോദ്യം ചെയ്തിട്ടുള്ളതാണ്. നമുക്കിത് ചെയ്യാം. ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 1 മുതൽ 100 വരെ. 1 മുതൽ 100 വരെ. 1 മുതൽ 100 വരെ. ഓക്കെ, ഞാനിത് ആദ്യം എഴുതി കാണിക്കാം, എന്നിട്ട് ഇതിൻ്റെ എളുപ്പ വഴി കൂടി പറഞ്ഞുതരാം.
എത്ര എട്ടുകൾ ആവർത്തിക്കുന്നു ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സംഖ്യ ഏതായിരിക്കും? 8, പിന്നെ 18, 28, 38, 48, 58, 68, 78, 88, 98. ഇത്രയും വരും അല്ലേ? പിന്നെ ആരും കൂടി ഉണ്ട്? 8-ൽ തുടങ്ങുന്ന ആളുകളുണ്ട് അല്ലേ? 80, 81, 82, 83, 84, 85, 86, 87, 88, 89. ഓക്കെ അല്ലേ? ഇനി ഞാനിവിടെ ചെയ്യുന്നത് എട്ടുകളെ എണ്ണുന്നു. ഒറ്റയുടെ സ്ഥാനത്തുള്ള എട്ടുകളെ എണ്ണുന്നു. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് ആകെ എത്ര എട്ടുകൾ നമുക്ക് കിട്ടി? 10 എണ്ണത്തിന് കിട്ടി. ഇനി 10ന്റെ സ്ഥാനത്തുള്ള എട്ടുകൾ എണ്ണുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ 88-ൽ ഒരെട്ടല്ലേ കൂട്ടിയിട്ടുള്ളൂ. എന്താ, ഞാൻ ഒറ്റയുടെ സ്ഥാനത്തുള്ളവരെ മാത്രമേ കൂട്ടുന്നു എന്നുള്ളതാണ് പറഞ്ഞത് അല്ലേ? ഇനി ഞാൻ 10ന്റെ സ്ഥാനത്ത് എണ്ണുമ്പോൾ ആ 8-നെയും കൂടി കൂട്ടാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഇനി 10ന്റെ സ്ഥാനത്തുള്ള എട്ടുകളെ കൂട്ടുന്നു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പൊ 10ന്റെ സ്ഥാനത്ത് 10 എട്ടുകൾ. അപ്പോൾ 1 മുതൽ 100 വരെ എഴുതിയാൽ ആകെ എത്ര എട്ടുകൾ ആവർത്തിക്കും? ആകെ 8 എത്ര പ്രാവശ്യം ഉണ്ടാകും എന്ന് ചോദിച്ചാൽ 10ഉം 10ഉം 20 പ്രാവശ്യം. 10ഉം 10ഉം 20 പ്രാവശ്യം ഉണ്ടാകും. ഓക്കെ, ഇതാണ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എണ്ണി കണ്ടുപിടിക്കാം. ഇനി ചോദ്യത്തിൽ നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കുന്നത് ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകൾ എഴുതിയാൽ എത്ര 3 ആവർത്തിക്കും എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം 20. എത്ര 4 ആവർത്തിക്കുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം 20. എത്ര 5 ആവർത്തിക്കുമെന്ന് ചോദിച്ചാൽ 20. എത്ര 2 ആവർത്തിക്കുമെന്ന് ചോദിച്ചാൽ 20. ഓക്കെ, അപ്പൊ ഏതക്കം ചോദിച്ചാലും 20 ആണോ എന്ന് ചോദിച്ചാൽ 20 അല്ല. 2 എക്സെപ്ഷൻ കേസുകളുണ്ട്. അത് എത്ര 0 എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം 11 ആണ്. 1 മുതൽ 100 വരെ എത്ര പൂജ്യങ്ങൾ? 1 മുതൽ 100 വരെ എത്ര പൂജ്യങ്ങൾ? ഞാനിത് മായ്ച്ചിട്ട് പറഞ്ഞുതരാം. 1 മുതൽ 100 വരെ എത്ര പൂജ്യങ്ങൾ? 10, 20, 30, 40, 50, 60, 70, 80, 90, 100. 100 വരെ എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ 100 വരെയുള്ള അല്ലെങ്കിൽ ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളിൽ 0 എത്ര തവണ ആവർത്തിക്കുമെന്ന് ചോദിച്ചാൽ ഇത്രയും പൂജ്യങ്ങൾ അതിലുണ്ടാകും. എത്ര പൂജ്യങ്ങൾ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. അപ്പൊ 0 എത്ര പ്രാവശ്യം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം 11 ആണ്. ഇനി എത്ര ഒന്നുകൾ ഉണ്ടാകും എന്ന് ചോദിച്ചാൽ എത്ര ഒന്നുകൾ? അപ്പൊ ഞാൻ ഒറ്റയുടെ സ്ഥാനത്തുള്ള ഒന്നുകൾ എഴുതുകയാണ്. 1 മുതൽ 100 വരെ എത്ര ഒന്നുകൾ എന്ന് ചോദിച്ചാൽ ഒറ്റയുടെ സ്ഥാനത്തുള്ള ഒന്നുകൾ ഞാൻ എഴുതുന്നു. ഏതൊക്കെയാ? 1, 11, 21, 31, 41, 51, 61, 71, 81, 91. ഓക്കെ, ഇനി 10ന്റെ സ്ഥാനത്തുള്ള ഒന്നുകൾ ഏതൊക്കെയാ? 10ന്റെ സ്ഥാനത്തുള്ള ഒന്നുകൾ 10-ൽ തുടങ്ങുന്നു. 10, 11, 12, 13, 14, 15, 16, 17, 18, 19 വരെ. കഴിഞ്ഞില്ല. 100 വരെ എന്ന് പറഞ്ഞാൽ ആരും കൂടി ഉണ്ട് അവിടെ? 100ന്റെ സ്ഥാനം കൂടി വരുന്നുണ്ട്. 100-ൽ തുടങ്ങുന്ന ഒന്നുകൾ ആരൊക്കെ? ഒരേ ഒരാള്, അത് 100. ഓക്കെ, ഇനി എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് ആകെ 10 ഒന്നുകൾ. ഇനി 10ന്റെ സ്ഥാനത്ത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10ന്റെ സ്ഥാനത്തും 10 ഒന്നുകൾ. 100ന്റെ സ്ഥാനത്ത് ഒരു ഒന്ന്. അപ്പോൾ 1 മുതൽ 100 വരെ എത്ര പ്രാവശ്യം ഒന്ന് ആവർത്തിക്കുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം 21.
ഓക്കെ, അപ്പോൾ ഈ രണ്ട് കേസുകൾ ഒഴികെ ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളിൽ അല്ലെങ്കിൽ 1 മുതൽ 100 വരെ എത്ര പൂജ്യം ആവർത്തിക്കും, എത്ര പ്രാവശ്യം പൂജ്യം, എത്ര പൂജ്യങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം 11. എത്ര ഒന്നുകൾ, ഒന്ന് എത്ര പ്രാവശ്യം ആവർത്തിക്കും എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം 21. ബാക്കി എല്ലാ അക്കങ്ങളും എന്ന് പറഞ്ഞാൽ ഏതൊക്കെ? എത്ര 2 എന്ന് ചോദിച്ചാൽ, എത്ര 3 എന്ന് ചോദിച്ചാൽ, എത്ര 4 എന്ന് ചോദിച്ചാൽ, എത്ര 5 എന്ന് ചോദിച്ചാൽ, എത്ര 6 എന്ന് ചോദിച്ചാലും, 7 എന്ന് ചോദിച്ചാലും, 8 എന്ന് ചോദിച്ചാലും, 9 എന്ന് ചോദിച്ചാലും അതിനെല്ലാം ഒറ്റ ഉത്തരേ ഉള്ളൂ. അത് 20 പ്രാവശ്യം ആവർത്തിക്കും. ഓക്കെ, അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എത്ര 8 എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നതാണ് ചോദ്യം. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ ഡീപ്ലി ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും എണ്ണി നോക്കാതെ തന്നെ പറയാം അതിന്റെ ഉത്തരം 20. എത്ര പൂജ്യം എന്ന് ചോദിച്ചാൽ 11, എത്ര ഒന്നുകൾ എന്ന് ചോദിച്ചാൽ 21. ഇത്രയും ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 11ാമത്തെ ചോദ്യം ഇങ്ങനെ: എക്സ് എന്നത് ഒരു 3 അക്ക സ്വാഭാവിക സംഖ്യയാണ്. അതിനാൽ ആ സംഖ്യയും അതിന്റെ വിപരീത സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം 99 ആണ്. അപ്പോൾ എക്സിന്റെ 100ന്റെ സ്ഥാനത്തുള്ള അക്കവും യൂണിറ്റിന്റെ സ്ഥാനത്തുള്ള അക്കവും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? എക്സ് എന്ന് പറയുന്ന ഒരു 3 അക്ക സംഖ്യ, ഞാനതിനെ 524 എന്ന് എടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ വിപരീത സംഖ്യ എന്ന് പറഞ്ഞാൽ അതിനെ നേരെ തിരിച്ചിടുന്ന സംഖ്യ, പാലിൻഡ്രോം 425. എന്നിട്ട് ഇവരുടെ വ്യത്യാസം വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ 524 വലുത്, അതിൽ നിന്ന് ചെറിയ സംഖ്യയായ 425 കുറച്ചാൽ എത്ര കിട്ടും എന്ന് നോക്കാം. 4ൽ നിന്ന് 5 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പുറത്ത് നിന്ന് 1 എടുത്തു, 14 ഇപ്പം ഇവിടെ 1 14ൽ നിന്ന് 5 പോയാൽ അത് 9. 1ൽ നിന്ന് 2 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം 5ൽ നിന്ന് 1 അപ്പുറത്തേക്ക് പോയി 11 ഇവിടെ 1 കുറഞ്ഞ് 4 11ൽ നിന്ന് 2 കുറച്ചാൽ കിട്ടുന്നത് 9. 4ൽ നിന്ന് 4 പോയാൽ 0. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? വ്യത്യാസം 99 കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 100ന്റെ സ്ഥാനത്ത് ഇപ്പം 524 ആദ്യം എടുത്ത സംഖ്യ, അതിൽ 100ന്റെ സ്ഥാനത്തും ഒറ്റയുടെ സ്ഥാനത്തും യൂണിറ്റ് ഡിജിറ്റിലുമുള്ള അക്കങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, നമുക്ക് ഇവിടെ മനസ്സിലായി ഇതൊന്നാണ് അല്ലേ, 5ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 1. അപ്പോൾ ഇവിടെ ഒരു നോട്ട് നിങ്ങൾ എഴുതേണ്ടതുണ്ട്. ആ നോട്ട് ഇങ്ങനെയാണ്. അപ്പോൾ ഈ നോട്ട് എഴുതി വെക്കുക. ഈ നോട്ടിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലൊന്നാമത്തെ കാര്യം ഇങ്ങനെയാണ്: ഒരു 3 അക്ക സംഖ്യയും അത് തിരിച്ചിട്ടാൽ കിട്ടുന്ന 3 അക്ക സംഖ്യയും അവർ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും 99ന്റെ ഗുണിതമായിരിക്കും. ഒരിക്കൽ കൂടി പറയാം: ഒരു 3 അക്ക സംഖ്യ, അത് തിരിച്ചിട്ടാൽ കിട്ടുന്ന അടുത്തൊരു 3 അക്ക സംഖ്യ, ഇവർ തമ്മിലുള്ള വ്യത്യാസം, അതായത് ആ 2 3 അക്ക സംഖ്യകളിൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ കിട്ടുന്ന വ്യത്യാസം എപ്പോഴും 99ന്റെ ഗുണിതമായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി രണ്ടാമത് നിങ്ങൾ നോട്ടായിട്ട് എഴുതേണ്ട കാര്യം ഇങ്ങനെയാണ്: നമ്മൾ ആദ്യം എടുത്ത 3 അക്ക സംഖ്യ ഉണ്ടല്ലോ, ഈ ആദ്യം എടുത്ത 3 അക്ക സംഖ്യയിലെ 100ന്റെ സ്ഥാനത്തുള്ള അക്കവും യൂണിറ്റ് ഡിജിറ്റിലുള്ള അക്കവും ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കവും ഇവരിൽ തമ്മിലുള്ള വ്യത്യാസമാണ് ചോദ്യമെങ്കിൽ, ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആ സംഖ്യയും അത് തിരിച്ചിട്ടാൽ കിട്ടുന്ന സംഖ്യയും അല്ലേ. നമ്മൾ ആദ്യം ഒരു 3 അക്ക സംഖ്യ എടുത്തു, അത് കഴിഞ്ഞിട്ടൊരു 3 അക്ക സംഖ്യ എടുത്തു. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ സംഖ്യയിലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കവും 100ന്റെ സ്ഥാനത്തെ അക്കവും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദ്യമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ആദ്യം എടുക്കുന്ന സംഖ്യ അത് തിരിച്ചിട്ട് എഴുതുന്ന മറ്റൊരു സംഖ്യ, ഇവരുടെ വ്യത്യാസത്തെ 99 കൊണ്ട് ഹരിക്കും. അങ്ങനെ 99 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് എത്രയാണോ അത് തന്നെയായിരിക്കും ആദ്യത്തെ സംഖ്യയുടെ 100ന്റെ സ്ഥാനത്തെ അക്കവും ഒറ്റയുടെ സ്ഥാനത്തെ അക്കവും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഇനി ഞാനിതിനി ഓരോന്നായി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ഈ 2 പോയിന്റുകൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ഇനി ആ നോട്ടുകൾ ഞാൻ ഓരോന്നായി പറയാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഏതോ ഒരു 3 അക്ക സംഖ്യ,
ഇപ്പം ഞാനത് 851 എടുക്കുന്നു. അത് തിരിച്ചിട്ടാൽ കിട്ടുന്നത് 158. ഇവർ തമ്മിലുള്ള വ്യത്യാസം വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ കിട്ടുന്നത് 693. 693. ഈ 693 എന്ന് പറയുന്നത് 99ന്റെ ഗുണിതമായിരിക്കും. ഇങ്ങനെ വ്യത്യാസം കണ്ടാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് എപ്പോഴും 99ന്റെ ഗുണിതമായിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ എത്ര 99കൾ ചേരുന്നതാണ് ഈ ഉത്തരം? അത് ഇത്രയേ ഉള്ളൂ. അതാണ് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്. അത് 100ന്റെ ആദ്യത്തെ സംഖ്യയുടെ 100ന്റെ സ്ഥാനത്തെ അക്കം, അതുപോലെ ആദ്യത്തെ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം, ഇവര് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഇവർ തമ്മിലുള്ള വ്യത്യാസം 8ൽ നിന്ന് 1 കുറച്ചാൽ അത് 7. ഇത്രയേ ഉള്ളൂ. അപ്പൊ 99 ഗുണം 7 ചെയ്താൽ നിങ്ങൾക്ക് 693 കിട്ടും. ഇനി എന്താണ് മക്കളെ ചോദിച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എക്സിന്റെ 100ന്റെ സ്ഥാനത്തുള്ള അക്കവും യൂണിറ്റിന്റെ സ്ഥാനത്തുള്ള അക്കവും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചിരിക്കുന്നത് എത്രയാ? ഇവര് തമ്മിലുള്ള വ്യത്യാസം ആ മൂന്നക്ക സംഖ്യയും അത് തിരിച്ചിട്ടാൽ കിട്ടുന്ന മൂന്നക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം തന്നു. അത് 99. ഞാനെന്താ പറഞ്ഞ? ഈ 99നെ നമുക്ക് ഈ കിട്ടുന്ന ഉത്തരത്തിനെ 99ന്റെ ഗുണിതമായിട്ട് എഴുതാം. ആ ഗുണിതം, ഇവിടെ കിടക്കുന്ന ഗുണിതം എന്ന് പറയുന്നത് ആദ്യത്തെ സംഖ്യയുടെ 100ന്റെ സ്ഥാനത്തുള്ള അക്കവും ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കവും തമ്മിലുള്ള വ്യത്യാസമായിരിക്കും എന്നാ പറഞ്ഞേ. ആയിരിക്കും. ഓക്കെ, അപ്പൊ എത്രയാ? ഈ 99 കിട്ടണമെങ്കിൽ 99നെ ഞാൻ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കണം? നമുക്കറിയില്ലേ, 1 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ എത്രയാ ഇവർ തമ്മിലുള്ള വ്യത്യാസം? 100ന്റെ സ്ഥാനത്തുള്ള അക്കവും ഒറ്റയുടെ സ്ഥാനത്തെ അക്കവും തമ്മിലുള്ള വ്യത്യാസം അത് 1. ഓപ്ഷൻ സി ആണ്. അങ്ങനെ 12ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: -5ൽ നിന്ന് ഏത് സംഖ്യ കുറച്ചാലാണ് -14 കിട്ടുക എന്നതാണ് ചോദ്യം. ചെയ്യാം. -5ൽ നിന്ന് ഏതോ ഒരു സംഖ്യ കുറച്ചു. അങ്ങനെ കുറച്ചപ്പോൾ കിട്ടേണ്ടത് -14 ഈ കുറച്ച സംഖ്യ ഏതാണെന്നാണ് ചോദ്യം. ഞാനൊരു ഉദാഹരണം വെച്ച് പറയാം. 6ൽ നിന്ന് ഏതോ ഒരു സംഖ്യ കുറച്ചപ്പോൾ എനിക്ക് 4 കിട്ടി. 6ൽ നിന്ന് ഏതോ ഒരു സംഖ്യ കുറച്ചപ്പോൾ എനിക്ക് 4 കിട്ടി. അപ്പൊ ഈ സംഖ്യ ഏതാണ്? കുറച്ച സംഖ്യ ഏതാണ് എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പുറത്തുള്ള 4നെ ഇപ്പുറത്ത് കിട്ടാൻ പോരെ? 6ൽ നിന്ന് ആ 4 കുറച്ചാൽ കിട്ടുന്നതായിരിക്കും ആ സംഖ്യ. ഓക്കെ, ഇനി മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പറയാം. 6ൽ നിന്ന് എക്സ് കുറച്ചപ്പോൾ എനിക്ക് 4 കിട്ടി. എനിക്ക് വേണ്ടത് എക്സിന്റെ വിലയാണ്. എക്സ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എക്സിന്റെ പോസിറ്റീവ് വിലയാണ് അല്ലേ? അപ്പൊ ഞാൻ ഇവിടെയുള്ള ഈ -xനെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. ഓക്കെ, അപ്പൊ ഇവിടെ 6 ഉണ്ട്, അവരവിടെ ഇരിക്കട്ടെ. ഞാൻ ഈ -xനെ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് +x ആയി മാറും. ഓക്കെ, ഇവിടെ ഇരിക്കുന്ന 4 അത് +4 ആണ്. ഈ +4നെ ഞാൻ എന്ത് ചെയ്യും? ഈ സമത്തിന്റെ ഇങ്ങേ തലക്കിലേക്ക് കൊണ്ടുവരും. അപ്പോ +4 ഇപ്പുറത്തേക്ക് വന്നാൽ അതെന്തായി? അത് -4 ആയി. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കാൻ -5 എഴുതി. എന്നിട്ടോ ഇതിന്റെ പോസിറ്റീവ് വിലയാണ് വേണ്ടത്. അപ്പൊ നമ്മൾ ഈ മൈനസ് സംഖ്യനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ അത് ഇവിടെ ഒരു പോസിറ്റീവ് സംഖ്യയായിട്ട് മാറും അല്ലെ? ഞാനിത് -x എന്ന് എഴുതിയാൽ സമത്തിന്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് +x ആകും, പോസിറ്റീവ് x ആകും. ഓക്കെ, ഈ -14നെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ അതെന്താ കൂടാ? അത് +14 ആകും. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ കൺസെപ്റ്റ് വെച്ച് ചെയ്യാലോ. -5 എന്ന് പറഞ്ഞാൽ 5 രൂപ കടം, +14 14 രൂപ പോക്കറ്റിൽ. 14 രൂപ പോക്കറ്റിലുണ്ട്, 5 രൂപ കടമുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ 14 രൂപയിൽ നിന്ന് 5 രൂപ കടം വിട്ടും ബാക്കി 9 രൂപ. ബാക്കി 9. അപ്പൊ എത്രയാണ് സംഖ്യ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം +9. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇങ്ങനെ, 13ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: താഴെ തന്നിരിക്കുന്നവയിൽ അഭാജ്യ സംഖ്യകളുടെ സെറ്റ് തിരിച്ചറിയുക. നോക്കാം. 2 അഭാജ്യ സംഖ്യയാണ്. ഓക്കെ, 3 അഭാജ്യ സംഖ്യയാണ്, 5 അഭാജ്യ സംഖ്യയാണ്. പക്ഷെ 6 ഒരു അഭാജ്യ സംഖ്യ അല്ല. ഓപ്ഷൻ എ എന്ന് പറയുന്നത് അഭാജ്യ സംഖ്യകളുടെ സെറ്റ് അല്ല. ഓക്കെ, ഓപ്ഷൻ ബിയിലേക്ക് നോക്കാം നമുക്ക്. 1
അഭാജ്യ സംഖ്യയാണോ? അഭാജ്യ സംഖ്യയാണെന്ന് എഴുതാൻ തോന്നും. അഭാജ്യ സംഖ്യ അല്ല. 2 ആണ് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ. ഇതൊക്കെ കാണുമ്പോൾ 7 അഭാജ്യ സംഖ്യയാണ്, 11 അഭാജ്യ സംഖ്യയാണ്, 13 അഭാജ്യ സംഖ്യയാണ്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒന്നും അഭാജ്യ സംഖ്യകളുടെ കൂട്ടത്തിൽ പെടുത്തരുത്. ഒറ്റ സംഖ്യകളാണെന്ന് ചോദിച്ചാൽ സമ്മതിക്കാം. പക്ഷെ ഒന്നൊരു അഭാജ്യ സംഖ്യയല്ല. ഓപ്ഷൻ ബി അഭാജ്യ സംഖ്യകളുടെ കൂട്ടമല്ല. ഇനി ഓപ്ഷൻ സി 2 അഭാജ്യ സംഖ്യയാണ്, 3 ആണ്, 5 ആണ്, 11 ആണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 4 അല്ല, 6 അല്ല, 8 അല്ല, 9 അല്ല, ഇതൊന്നുമേ അല്ല. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് അഭാജ്യ സംഖ്യകളുടെ കൂട്ടം. ഇവിടെ തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. ഓപ്ഷൻ ബിയിൽ 1 കറുപ്പിക്കും. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇങ്ങനെ, 14ാമത്തെ ചോദ്യം, 0 ഏത് തരത്തിലുള്ള സംഖ്യയാണ്? 0 ഏത് തരത്തിലുള്ള സംഖ്യയാണ്? നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റുകളായിട്ട് പരിശോധിക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, 0 എന്ന് പറയുന്നത് 0 എന്ന് പറയുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു അതൊരു പൂർണ്ണസംഖ്യയാണ്. പൂർണ്ണസംഖ്യ എന്താ പൂർണ്ണസംഖ്യ എന്ന് പറഞ്ഞാൽ? അതിന് ഇംഗ്ലീഷിൽ ഇൻറ്റീജർ എന്ന് പറയും. ഇൻറ്റീജർ. ഓക്കെ, എന്താണ് ഇൻറ്റീജർ അല്ലെങ്കിൽ പൂർണ്ണസംഖ്യ എന്ന് പറഞ്ഞാൽ? പൂർണ്ണസംഖ്യ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സംഖ്യകളും 0 പോസിറ്റീവ് സംഖ്യകളും ഉൾപ്പെടുന്നതാണ്. നെഗറ്റീവ് സംഖ്യകൾ, 0 പോസിറ്റീവ് സംഖ്യകൾ, ഇത്തരം സംഖ്യകളെ, ഈ സംഖ്യകളെല്ലാം കൂടുന്നതിനെ പറയുന്നതാണ് പൂർണ്ണസംഖ്യകൾ അഥവാ ഇൻറ്റീജർ. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു, അപ്പോൾ 0 ഒരു പൂർണ്ണസംഖ്യയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു 0 എന്നത് എണ്ണൽ സംഖ്യയാണ്. 0 എന്നത് എണ്ണൽ സംഖ്യയാണ്. എണ്ണൽ സംഖ്യയെ ഇംഗ്ലീഷിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയും. നാച്ചുറൽ നമ്പേഴ്സ്. എന്താണ് എണ്ണൽ സംഖ്യകൾ? എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ. 1, 2, 3, 4 എന്ന് പറഞ്ഞ് എണ്ണുന്ന സംഖ്യകൾ. 1, 2, 3 തുടങ്ങുന്ന സംഖ്യകൾ. അപ്പൊ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ചോദിച്ചാൽ അത് 1 ആണ്. ഈ എണ്ണൽ സംഖ്യകളുടെ കൂട്ടങ്ങളിൽ ആരില്ല? 0 ഇല്ല. അപ്പോ 0 എന്നത് ഒരു എണ്ണൽ സംഖ്യയല്ല എന്ന് നമുക്ക് പറയാം. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് പോകാം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്? 0 എന്നത് ഒരു രേഖീയ സംഖ്യയാണ്. നമ്മൾ അതിനെ ഇംഗ്ലീഷിൽ റിയൽ നമ്പേഴ്സ് എന്ന് പറയാം. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സംഖ്യാവിഭാഗങ്ങളിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന എല്ലാവരും എന്ന് വെച്ചാൽ പോസിറ്റീവ് സംഖ്യകളുണ്ട്, 0 ഉണ്ട്, നെഗറ്റീവ് സംഖ്യകളുണ്ട്, പിന്നെന്താ ഭിന്നസംഖ്യകളുണ്ട്, ഫ്രാക്ഷൻസ് ഉണ്ട്, ഡെസിമൽ സംഖ്യകളുണ്ട്, പോയിന്റ് വരുന്ന സംഖ്യകളുണ്ട്. അങ്ങനെ എല്ലാ സംഖ്യകളും ഉൾപ്പെടുന്നതാണ് ആര്? റിയൽ നമ്പേഴ്സ്. അത് മലയാളത്തിൽ രേഖീയ സംഖ്യകൾ എന്ന് പറയും. അതിൽ ആരുണ്ട്? 0 ഉണ്ട്. അപ്പൊ 0 എന്താണ്? ഒരു രേഖീയ സംഖ്യയുമാണ്. അപ്പൊ ഇതിൽ ഏതൊക്കെയാ? ഒന്നാമത്തെ പ്രസ്താവനയും മൂന്നാമത്തെ പ്രസ്താവനയുമാണ് ശരി. 1, 3 ശരി. 1, 3 ശരി. ഓപ്ഷൻ ഡി, 1, 3 ശരി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇങ്ങനെ, x-4, x-2, x എന്നിവ അഭാജ്യ സംഖ്യകളാണെങ്കിൽ x+2 വില എന്ത്? ചെയ്യാം. ഓക്കെ, ചോദ്യം ഇങ്ങനെയായിരുന്നു, x-4, x-2, x ഇത് 3 അഭാജ്യ സംഖ്യകളാണെങ്കിൽ x+2 വില എന്ത് എന്നാണ് ചോദ്യം. ഒന്ന് നോക്കിക്കേ, x-4, x-2, x എന്ന് പറയുന്നത് തമ്മിലുള്ള വ്യത്യാസം എത്രയാ? ഇവർക്കിടയിലുള്ള വ്യത്യാസം എത്രയാ? x-4 x-2 മാറി അല്ലേ? x-4 x-2 മാറി. അല്ലെങ്കിൽ ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വരാം. x x-2 x എന്തോ വലിയ ആളാണ്, അതിൽ നിന്ന് 2 കുറഞ്ഞു. അപ്പൊ ഇവർക്കിടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാ? 2 ആണ്. x-2 എന്ന് പറയുന്നത് x-4 ആയി. x-2 അതിൽ നിന്ന് ഒരു 2 കൂടി കുറഞ്ഞു അല്ലേ? അപ്പൊ ഇവർക്കിടയിലുള്ള വ്യത്യാസം 2 ആണ്.
അപ്പോൾ ഇവർക്കിടയിലുള്ള വ്യത്യാസമൊക്കെ ഇങ്ങനെ വന്നാൽ കുറഞ്ഞു കുറഞ്ഞു പോകുന്നു, മുന്നിലേക്ക് പോകുമ്പോൾ 2 കൂടി കൂടി പോകുന്നു. ഇവർക്കിടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 2 നമ്മുടെ എണ്ണൽ സംഖ്യകളിൽ 2 വ്യത്യാസമായി വരണമെങ്കിൽ 2 വ്യത്യാസമായി അടുപ്പിച്ച് 3 സംഖ്യകളാണ് തന്നിരിക്കുന്നത് അല്ലെ. 2 വ്യത്യാസമായി അടുപ്പിച്ച് 3 സംഖ്യകളാണ് തന്നിരിക്കുന്നത്. അതൊന്നെങ്കിൽ ഇരട്ട സംഖ്യയാകും അല്ലെങ്കിൽ ഒറ്റ സംഖ്യയാകും. ഇരട്ട സംഖ്യ അഭാജ്യ സംഖ്യകളിൽ 2 മാത്രമേ ഉള്ളൂ. 2 കഴിഞ്ഞു വരുന്ന ഇരട്ട സംഖ്യ 4 ഈ 4 അഭാജ്യ സംഖ്യയല്ല. അപ്പൊ ഇവിടെ 2 വരാനുള്ള സാധ്യതയില്ല. അപ്പൊ ആര് വരാം? 3 വെച്ച് നോക്കാം. 3 വെച്ചാൽ അടുത്തത് ആരാ? 2 കൂടിയാൽ 5, അത് കഴിഞ്ഞാൽ 7 അല്ലേ. അപ്പോ തുടർച്ചയായി 3 അഭാജ്യ സംഖ്യകൾ വരാനുള്ള ഒരേ ഒരു സാധ്യത അത് 3ഉം 5ഉം 7 നിങ്ങൾ എല്ലാ അഭാജ്യ സംഖ്യകളും പരിശോധിച്ച് നോക്കിക്കോ. തുടർച്ചയായിട്ടുള്ള 3 അഭാജ്യ സംഖ്യകൾ വരാനുള്ള ഒരേ ഒരു സാധ്യത 3, 5, 7 മാത്രമാണ്. ഓക്കെ, അപ്പൊ ഈ 3 എന്ന് പറയുന്നത് എന്താ? x-4. 5 x-2. 7 അത് x. അപ്പൊ എക്സിന്റെ വില എന്ന് പറയുന്നത് 7. എക്സിന്റെ വില എന്ന് പറയുന്നത് 7 അല്ലെ. കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? x+2 വില. x+2 വില x 7 ആണെങ്കിൽ x+2 എന്ന് പറയുന്നത് 7 + 2 ആയിരിക്കില്ലേ? 7 + 2 എത്രയാ? അത് 9 അല്ലേ? 9. ഓക്കെ, ഉത്തരം 9. ഇനി ഓപ്ഷൻസിൽ പറഞ്ഞിരിക്കുന്ന കുറെ സ്റ്റേറ്റ്മെന്റുകളാണ്, നമുക്ക് നോക്കാം. അത് ഒരു അഭാജ്യ സംഖ്യയാണ്. 9 ഒരു അഭാജ്യ സംഖ്യയാണോ? അല്ല. ഇനി ഓപ്ഷൻ ബിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ ചെയ്താൽ കിട്ടുന്നത് ഒരു ഭാജ്യസംഖ്യയാണ്. 9 യെസ് ഒരു ഭാജ്യസംഖ്യയാണ്. അതേസമയം ഒരു പൂർണ്ണസംഖ്യയുടെ വർഗവുമാണ്. പൂർണ്ണസംഖ്യയുടെ വർഗവുമാണ്. 9 എന്ന് പറയുന്നത് 3ന്റെ വർഗമല്ലേ? 3ന്റെ സ്ക്വയർ അല്ലേ? യെസ്. അപ്പോൾ 3 എന്ന് പറയുന്ന ഒരു പൂർണ്ണസംഖ്യയുടെ വർഗമായി 9നെ നമുക്ക് എഴുതാം. ആ 9 ഒരു ഭാജ്യസംഖ്യയും കൂടിയാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. 2 സംഖ്യകളുടെ ആകെ തുക എന്ന് പറയുന്നത് 150. അവരുടെ ഗുണനഫലം എന്ന് പറയുന്നത് 45. അങ്ങനെയാണെങ്കിൽ അവയുടെ വിൽക്രമങ്ങളുടെ തുക അത് ചോദിച്ചാൽ 2 സംഖ്യകളുടെ തുകയും തന്നിട്ടുണ്ട്, 2 സംഖ്യകളുടെ ഗുണനഫലവും തന്നിട്ടുണ്ട്. എന്നിട്ടാണ് വിൽക്രമം ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം ഡയറക്റ്റ് ചെയ്യാം. എത്രയാ തുക? 150. അത് എഴുതുക. അതിനെ ഗുണനഫലമായ 45 കൊണ്ട് ഹരിക്കുക. ഇതായിരിക്കും വിൽക്രമങ്ങളുടെ തുക. 150നെയും 45നെയും നമുക്ക് എന്ത് ചെയ്യാം? 5 കൊണ്ട് ചെറുതാക്കാം അല്ലെ. 150ൽ എത്ര അഞ്ചുകൾ? 15ൽ എത്ര അഞ്ച്? 3 5 അല്ലേ. അപ്പൊ 30 അഞ്ചുകളാണ് 150ൽ. ഇനി 45ൽ എത്ര അഞ്ചുകൾ? 45ൽ 9 അഞ്ചുകൾ. ഇനി 30നെയും 9നെയും നമുക്ക് എന്തുകൊണ്ട് ചെറുതാക്കാം? 3 കൊണ്ട് ചെറുതാക്കാലോ. 30ൽ എത്ര 3കൾ? 30ൽ 10 3കൾ. 9ലോ? 9ൽ 3 3കൾ. അങ്ങനെ നമ്മുടെ ഉത്തരം 10/3 എന്ന് കിട്ടും. 10/3 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. മക്കളെ, ഈ എളുപ്പവഴിയിലേക്ക് എത്താനുള്ള കാരണം ഞാൻ ഒരുപാട് വീഡിയോസിൽ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഒരിക്കൽ കൂടി പറയാം. ഇപ്പോൾ 2 സംഖ്യകളുടെ തുക തന്നിട്ടുണ്ട്. സംഖ്യകൾ നമുക്കറിയില്ല. അപ്പോൾ ആദ്യത്തെ സംഖ്യയെ ഞാൻ എ എന്നും രണ്ടാമത്തെ സംഖ്യയെ ഞാൻ ബി എന്ന് എടുക്കുന്നു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവരുടെ തുക എയും ബിയും തമ്മിൽ കൂട്ടിയാൽ 150 കിട്ടും. അതേപോലെ എന്ത് പറഞ്ഞിരിക്കുന്നു? ഗുണനഫലം എയും ബിയും തമ്മിൽ ഗുണിച്ചാൽ 45 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവയുടെ വിൽക്രമങ്ങളുടെ തുക, ഈ സംഖ്യകളുടെ വിൽക്രമങ്ങളുടെ തുക, എയുടെ വിൽക്രമം എന്ന് പറഞ്ഞാൽ എ തലകുത്തന്നെ നിൽക്കുന്നത്. എയുടെ വിൽക്രമം എന്ന് പറയുന്നത് 1/a. ഇനി ബിയുടെ വിൽക്രമം, ബി തലകുത്തന്നെ നിൽക്കുന്നത്, അത് 1/b. ഇവരുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. 1 ഗുണിക്കണം ബി, ബി തന്നെ. 1 ഗുണിക്കണം എ, എ തന്നെ. ഇവിടെ നടുവിലെ ചിഹ്നം പ്ലസ്, അതുകൊണ്ട് നമ്മൾ പ്ലസ് ഇട്ടു. ബൈ എ ഇൻറ്റു ബി, എ ബി. മുകളിലുള്ള ബി പ്ലസ് എ തന്നെയാണ് എ പ്ലസ് ബി.
ബി പ്ലസ് എ, 2+3 എന്ന് പറഞ്ഞാലും 3+2 എന്ന് പറഞ്ഞാലും ഉത്തരം ഒന്ന് തന്നെയല്ലേ? ഒരേ ഉത്തരം തന്നെയല്ലേ കിട്ടുക? 5 തന്നെയല്ലേ കിട്ടുക? ഓക്കെ, അപ്പൊ ബി പ്ലസ് എ A+B എന്നും എഴുതാം. ഓക്കെ, അപ്പൊ നമുക്കിതിനെ A+B/A × B എന്ന രൂപത്തിലേക്ക് എത്തി. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ട് സംഖ്യകളുടെ തുക, രണ്ട് സംഖ്യകളുടെ ഗുണനഫലം. ഇത് ചോദ്യത്തിൽ തന്നിട്ട് വിൽക്രമങ്ങളുടെ തുക ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? എത്രയാണോ തന്നിരിക്കുന്ന തുക അത് ആദ്യം എഴുതുക, ബൈ എത്രയാണ് തന്നിരിക്കുന്ന ഗുണനഫലം അത് താഴെ എഴുതുക, എന്നിട്ട് ഹരിക്കുക. 150നെ 45 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 10/3 എന്ന് കിട്ടി. 10/3 കിട്ടി. 15 കൊണ്ട് ചെറുതാക്കി. 15 × 10 ആണ് 150. 45 എന്ന് പറയുന്നത് 15 × 3 മുകളിലെയും താഴത്തെയും 15 വെട്ടിപ്പോയാൽ ബാക്കി 10/3. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. 11 മുതൽ 49 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക. 11 മുതൽ 49 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 11 മുതൽ 11, 13, 15 അങ്ങനെ പോയി 49 വരെയുള്ള ഒറ്റ സംഖ്യകളുണ്ട്. ഇവർക്കിടയിൽ എത്ര ഒറ്റ സംഖ്യകളുണ്ട്, എത്ര പദങ്ങളുണ്ട്, ആ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം. പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. അപ്പൊ കുറെ ചോദ്യങ്ങൾ അതിൽ ഇങ്ങനെ ചെയ്യുന്നു. പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അവസാന പദത്തിൽ നിന്ന് ആദ്യത്തെ പദം കുറയ്ക്കുന്നു, അതിന്റെ പകുതി കാണുന്നു, +1. ഓക്കെ, 49ൽ നിന്ന് 11 കുറച്ചാൽ എത്രയാ? 49ൽ നിന്ന് 10 പോയാൽ 39. 39ൽ നിന്ന് ഒരു 1 കൂടി പോയാൽ കിട്ടുന്നത് 38. 38ന്റെ പകുതി കാണുക, കിട്ടുന്ന ഉത്തരത്തിന്റെ ഒപ്പം 1 കൂട്ടുക. 38ന്റെ പകുതി എന്ന് പറയുന്നത് 19 ആണ്. 19ന്റെ കൂടെ 1 കൂട്ടിയാൽ 20. അപ്പൊ ആകെ എത്ര പദങ്ങൾ എന്നുള്ളത് നമ്മളിവിടെ കണ്ടുപിടിച്ചു. ആകെ 20 പദങ്ങൾ. എങ്കിൽ ഇവയുടെ തുക എത്ര? ഇവയുടെ തുക കാണാൻ എന്താണ് ഇക്വേഷൻ? n/2 × ആദ്യത്തെ പദം ഫസ്റ്റ് ടേം പ്ലസ് അവസാനത്തെ പദം ലാസ്റ്റ് ടേം. ചെയ്യാം. n എന്ന് പറയുന്നത് ഇവിടുത്തെ പദങ്ങളുടെ എണ്ണമായി 20 ആണ്. അപ്പൊ 20/2 × ഫസ്റ്റ് ടേം 11 പ്ലസ് ലാസ്റ്റ് ടേം 49. ഓക്കെ, 20ന്റെ പകുതി 10 × 49ന്റെ കൂടെ 11 കൂട്ടിയാൽ കിട്ടുന്നത് അത് 60 ആണ്. 60നെ 10 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരം 600 ആണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇപ്പൊ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 19ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. 9808 ഗുണിക്കണം 625ന്റെ ഉത്തരം. നമുക്കറിയാം ഈ ഓപ്ഷൻസിൽ നിന്ന് ഉത്തരത്തിലേക്ക് എത്താൻ ഈ ഇത്രയും വലിയ ചോദ്യം ചെയ്ത് കളയാൻ നമ്മുടെ കയ്യിൽ എന്തില്ല? സമയമില്ല. അപ്പോൾ അതിനെന്തെങ്കിലും കുറുക്ക് വഴി ഉണ്ടോ? ഉണ്ട്. എന്താണ് ആ കുറുക്ക് വഴി? അതിനുള്ള ക്ലൂ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. 625 കൊണ്ടാണ് ഗുണിക്കുന്നത്. 625 കൊണ്ട് ഗുണിക്കണം. അപ്പൊ നമുക്കത് എങ്ങനെ ഗുണിക്കാം എന്ന് നോക്കാം. 5 കൊണ്ടാണ് ഗുണിക്കുന്നതെങ്കിൽ നമുക്ക് 5നെ 10/2 എന്ന് എഴുതാം. ഓക്കെ, 5നെ നമുക്ക് എങ്ങനെ എഴുതാം? 10/2 എന്ന് എഴുതാം. അതായത് 5/1 എന്ന് വിചാരിച്ചോട്ടോ. 5 എന്ന് പറയുന്നത് 5/1. എങ്കിൽ 5/2 ആയ 25നെ നമുക്ക് എങ്ങനെ എഴുതാം? 100/2 ഈ 2ന്റെ ഇരട്ടി 4. 100/4 എന്ന് എഴുതാം. എങ്കിൽ 5³ എത്രയാ? അത് 125 ആണ്. 125നെ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ 1 ആയപ്പോൾ 1 0, 2 ആയപ്പോൾ 2 0. അപ്പൊ ഇവിടെ 3 ആയാൽ ഇവിടെ എത്ര പൂജ്യങ്ങൾ വരും? 3 പൂജ്യങ്ങൾ വരും. ബൈ എത്ര? ഇവിടെ 2, 2ന്റെ ഇരട്ടി 4, 4ന്റെ ഇരട്ടി എത്ര? 4ന്റെ ഇരട്ടി 8. ഓക്കെ, 8 നമുക്ക് 2³ എന്ന് പറയാം. 4നെ 2ന്റെ സ്ക്വയർ എന്ന് പറയാം. ഓക്കെ, ഇവിടെ 5/1 ആയപ്പോൾ 2/1 കൊണ്ട് ഹരിക്കുന്നു. 5/2 ആയപ്പോൾ ഇവിടെ 2ന്റെ സ്ക്വയർ കൊണ്ട് ഹരിക്കുന്നു. 5/3 ആയപ്പോൾ 2ന്റെ ക്യൂബ് കൊണ്ട് ഹരിക്കുന്നു. എങ്കിൽ 5/4 എത്രയാ? അത് 625 ആണ്. 625 ഈ മുതലാണ്.
അപ്പോൾ 625 നമുക്ക് എങ്ങനെ എഴുതാം? എത്ര പൂജ്യങ്ങൾ? 4 പൂജ്യങ്ങൾ വരും. 4 പൂജ്യങ്ങൾ ബൈ എന്താ? 4 പൂജ്യങ്ങൾ ബൈ എത്ര? 2⁴ കൊണ്ട് ഹരിക്കണം. അതായത് ഈ 8ന്റെ ഇരട്ടി 16. 2⁴ എന്ന് പറഞ്ഞാൽ അത് 16 ആണ്. അപ്പൊ ഈ 625 നമ്മളിപ്പോൾ പഠിച്ചു 9, 8, 0, 8 അങ്ങനെ തന്നെ എഴുതി. 625 നമുക്ക് എങ്ങനെ എഴുതാം? 1 4 പൂജ്യങ്ങൾ ഇട്ട ശേഷം 16 കൊണ്ട് ഹരിക്കാം. ഇത്രയും കിട്ടിയോ? ഓക്കെ. ഈ 9808 16 കൊണ്ട് വെട്ടിച്ചെറുതാക്കി അങ്ങനെ അവസാനം കിട്ടുന്നത് 613 ആയിരിക്കും. 613 ആയിരിക്കും. അപ്പൊ 613 ഗുണം 1, 2, 3, 4 പൂജ്യങ്ങൾ. 4 പൂജ്യങ്ങൾ ഒരു 1. ഈ ഉത്തരം ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കാം. 613 ഗുണം ഉണ്ടോ? ഓക്കെ. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 613 ഗുണം 10 എത്ര പൂജ്യങ്ങൾ? 1, 2, 3, 4 പൂജ്യങ്ങൾ. 10⁴. 613 ഗുണം 10⁴ ഉണ്ടോ? ഇല്ല. 613 ഗുണം 10⁴ ഇല്ല. ഇവിടെ 6.13 ഗുണം 10⁵ ഉണ്ട്. അത് നോക്കാം. 6.13 ഇതെല്ലാം നമുക്ക് മനസ്സിലായി. ഓപ്ഷൻ ബി അല്ല. ഇനി 6.13ലേക്കും 61.3ലേക്ക് ഇതിനെ ഒന്ന് മാറ്റി നോക്കണം. എങ്ങനെ മാറ്റാം? ഇപ്പോൾ 6.13 എന്നാണ് മാറ്റുന്നതെങ്കിൽ ഇവിടെയുള്ള 10⁴ എഴുതും. ഇവിടെ മുകളിലുള്ള സംഖ്യയിൽ നിന്ന് പോയിന്റ് കഴിഞ്ഞ് താഴത്തെ സംഖ്യയിൽ എത്ര അക്കങ്ങൾ കൂടി? 1, 2 അക്കങ്ങൾ കൂടി. അപ്പോൾ ആ 2 കൂടി ഇതിൻ്റെ ഒപ്പം ചേർക്കും. അപ്പോൾ 6.13 ഗുണം 10⁻6 ആണെങ്കിൽ ശരി. 6.13 ഗുണം 10⁻6 ആണെങ്കിൽ ശരി. അതാണോ? 6.13 ഗുണം 10⁻6 അല്ല, 10⁻5 ആണ്. അപ്പോൾ അത് ശരിയായ ഉത്തരമല്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരമാകാനുള്ള സാധ്യത. നോക്കാം നമുക്ക്. ഓക്കെ. ഈ സംഖ്യയാണ് ബേസ് അല്ലേ? നമുക്ക് ഏത് രൂപത്തിൽ എഴുതണം? 61.3 എന്ന രൂപത്തിലേക്ക് എഴുതണം. ഓക്കെ. അപ്പോൾ ഇവിടെ ഓൾറെഡി ആരുണ്ട്? 10⁻4 ഉണ്ട്. 10⁻4 എഴുതി. ഈ ബേസ് ആയി വെച്ച സംഖ്യയിൽ നിന്ന് ഇവിടെ പുതിയ സംഖ്യയിൽ പോയിന്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ്? ഇവിടെ 1 ഡിജിറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ പവറിൻ്റെ ഒപ്പം ഒന്നും കൂടി കൂട്ടി വേണം എഴുതാൻ. അപ്പോൾ 61.3 ഗുണം 10⁻5 ആണ് ഉത്തരം. അതാണോ ഓപ്ഷൻ? നോക്കാം. 61.3 ഗുണം 10⁻5. യെസ്, ഓപ്ഷൻ സി അതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. അപ്പോൾ നമ്മൾ 20ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 20ാമത്തെ ചോദ്യം എങ്ങനെയാണ് പറയുന്നത്? എക്സും വൈയും നെഗറ്റീവ് അല്ലാത്ത പൂർണ്ണസംഖ്യകളാണ്. അങ്ങനെയാണെങ്കിൽ 5x + 8y എന്ന രൂപത്തിൽ എഴുതാൻ കഴിയാത്ത ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ മക്കളെ, ഇതിന് ഡയറക്റ്റ് ആയിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. ആ സാധനം നിങ്ങൾ പഠിച്ചു വെക്കുക. 5x + 8y. ഓക്കെ. 5x + 8y. 5x + 8y. ഇത് കണക്കിൽ പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. അതിനെ പറയുന്നത് ഒന്നെങ്കിൽ ചിക്കൻ നഗറ്റ് തിയറം എന്ന് പറയാം. അതിനെ, ആ തിയറിയെ ചിക്കൻ നഗറ്റ് തിയറം, അല്ലെങ്കിൽ അതിന് വേറൊരു പേരും കൂടിയുണ്ട്, ഫ്രോബീനിയസ് കോയിൻ പ്രോബ്ലം. അപ്പോൾ ഈ തിയറീസ് വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അവർ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്താണ് ഈ തിയറി എന്ന് പറയുന്നത്? പരസ്പരം പൊതുഘടകങ്ങളില്ലാത്ത രണ്ട് സംഖ്യകൾ. അത് എയും ബിയും ആണെന്ന് വിചാരിക്കുക. ഓക്കെ. ഇങ്ങനത്തെ രണ്ട് സംഖ്യകൾ തന്നിട്ട് ax + by എന്ന രൂപത്തിൽ എഴുതാൻ സാധിക്കാത്ത ഏറ്റവും വലിയ സംഖ്യ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ab - a + b. ഓക്കെ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 5x + 8y എന്ന രൂപത്തിൽ എഴുതാൻ കഴിയാത്ത
പൊതുഘടകങ്ങളില്ലാത്ത ഏറ്റവും വലിയ സംഖ്യ 5ഉം 8ഉം പൊതുഘടകങ്ങളുണ്ടോ? അപ്പോൾ ആ രണ്ട് സംഖ്യകൾ 5ഉം 8ഉമായി നമുക്ക് പരിഗണിക്കാം. 5ലും 8ലും പൊതുവായ ഘടകങ്ങളില്ല. ഓക്കെ, 5 ഒരു അഭാജ്യ സംഖ്യയാണ്, അതുകൊണ്ട് 5ലും 8ലും പൊതുവായ ഘടകങ്ങളില്ല. അങ്ങനെയാണെങ്കിൽ 5x + 8y എന്ന രൂപത്തിൽ എഴുതാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ ചോദിച്ചാൽ ഇവരുടെ ഗുണനഫലം 5 × 8 മൈനസ് ഇവരുടെ തുക 5 + 8. 8 ഗുണിക്കണം 5 40 മൈനസ് 8ഉം 5ഉം കൂടി കൂട്ടിയാൽ കിട്ടുന്നത് 13. 40ൽ നിന്ന് 13 കുറച്ചാൽ 40ൽ നിന്ന് 10 പോയാൽ 30, 30ൽ നിന്ന് 3 കൂടി പോയാൽ ഉത്തരം 27. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അങ്ങനെ അവസാനത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. 62k എന്ന 3 അക്ക സംഖ്യ 3ന്റെ ഗുണിതമാണെങ്കിൽ കെയുടെ വിലയായി വരാവുന്ന സംഖ്യകൾ ഏതൊക്കെ? 1 വരുമോ, 4 വരുമോ, 3 വരുമോ, 7 വരുമോ? നോക്കാം. ഓക്കെ, 62k എന്ന 3 അക്ക സംഖ്യ അതെന്താകണം? അത് 3ന്റെ ഗുണിതമാകണം. അങ്ങനെ 3ന്റെ ഗുണിതമാകണമെങ്കിൽ ഈ കെക്ക് ഏതൊക്കെ വിലകൾ വരാം? 1, 4, 3, 7. നമുക്ക് നോക്കാം. അപ്പോൾ 62k എന്താണ് 3ന്റെ ഗുണിതങ്ങളുടെ പ്രത്യേകത? 3ന്റെ ഗുണിതങ്ങളുടെ പ്രത്യേകത എന്താ? ആ തന്നിരിക്കുന്ന സംഖ്യയിലെ അക്കങ്ങൾ പരസ്പരം കൂട്ടിയാൽ ആ കൂട്ടി കിട്ടുന്ന തുക 3ന്റെ ഗുണിതമാകണം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവരെ കൂട്ടി നോക്കാം. 6 + 2 + k എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമായാൽ മാത്രമേ ഇതിനെ 3ന്റെ ഈ 3 അക്ക സംഖ്യ 3ന്റെ ഗുണിതമാകുള്ളൂ. ഓക്കെ, അപ്പൊ 6ഉം 2ഉം കൂടി കൂട്ടിയാൽ 8. 8 + k 3ന്റെ ഗുണിതമാകാൻ സാധ്യതയുള്ളത് ഏതൊക്കെ? നോക്കാം. 1 കൂട്ടിയാൽ 8ന്റെ കൂടെ 1 കൂട്ടിയാൽ 9, അത് 3ന്റെ ഗുണിതമല്ലേ? ആണ്. ഇനി 4 കൂട്ടിയാൽ 8 + 4 12. 12 എന്തല്ലേ? 3ന്റെ ഗുണിതമല്ലേ? ആണ്. ഓക്കെ, ഇനി 3 കൂട്ടിയാൽ 8 + 3 അത് 11 ആണ്. 11 3ന്റെ ഗുണിതമാണോ? അല്ല. ഇനി 7 കൂട്ടിയാൽ 8 + 7 15 എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമല്ലേ? അപ്പൊ 7ഉം കൂട്ടാം. അപ്പൊ ഇവിടെ ആരൊക്കെ വരാം? 1, 2, 4. 1ഉം 2ഉം 4ഉം ഓപ്ഷനിൽ എവിടെ കിടക്കുന്നു? നോക്കാം. 1, 2, 4 മാത്രം ശരി. 1, 2, 4 മാത്രം ശരി. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. മക്കളെ, ഇപ്പൊ 2025 ചോദ്യങ്ങളും ഇതോടുകൂടി അവസാനിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ 9 ഭാഗങ്ങളായി 2021 മുതൽ 2025 വരെ കഴിഞ്ഞ 5 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള 10th ലെവൽ ചോദ്യങ്ങൾ 200-ലധികം ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇത് കൃത്യമായിട്ട് കാണുന്ന ഒരു കുട്ടിക്ക്, കൃത്യമായിട്ട് കാണുന്ന നോട്ട് എഴുതി വെക്കുന്ന പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഉറപ്പാണ് ഇനി വരുന്ന പരീക്ഷകളിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായി, നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ താങ്ക് യു.